മാറിടുവാൻ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. ഹൃദയത്തിൽ നിന്ന് പാടുമോ? യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം മാറിടുവാൻ നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ എൻ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മരിച്ചവരെ ഉയർപ്പിച്ചതാ രോഗികളെ വിടുവിച്ചതാ കൊടുങ്കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. എന്റെ അവസ്ഥകൾ മാറിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. യേശുവേ എൻ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. യേശുവേ എൻ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും നിന്റെ ഒരു വാക്കു മതി എനിക്ക്. മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കു മതി എനിക്ക്. ആരാധന കൊടുക്കുമോ? ആരാധന കരങ്ങളെ ഉയർത്തി ആരാധന രണ്ട് കരങ്ങളെ ഉയർത്തി രണ്ട് കരങ്ങൾ ആരാധന വിശുദ്ധന്മാരെ ആരാധന 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 യേശുവിനെ എൻ രക്ഷകനെ ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ നിന്നിൽ മാത്രം ചാരിടുന്നേ. ജീവനേ സ്വന്തമേ
അങ്ങേ മാത്രം ചാരിടുന്നേ. ആരാധന 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 അപ്പാ ആരാധന ആരാധന വലിയതാണെനിക്ക് എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. ആരാധന ആരാധന കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള വന്ദനങ്ങളെ ചൊല്ലുന്നു. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം അവസരം തന്നു. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളുടെ കൂടെ ദൈവജനം സംസാരിപ്പാൻ ലഭ്യമായ അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പലർക്കും അത് വിടുതലായി അനുഗ്രഹമായി തീർന്നു എന്ന് വ്യക്തിപരമായി കാണുകയും ഫോണിൽ കൂടെ അറിയിക്കുകയും ചെയ്തു. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാത്രിയിലും വളരെ പ്രതീക്ഷയോടെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചന ചിന്തകളിലേക്ക് കടക്കാം. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആരംഭത്തിൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ബഹുപുരുഷാരം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അല്പം അവസാനത്തെ ദിവസങ്ങളിലേക്ക് വന്നപ്പോൾ യേശു അത്ഭുതങ്ങളിൽ നിന്നും അടയാളങ്ങളിൽ നിന്നെല്ലാം ഒന്നും മാറി വളരെ സോളിഡായ ദൈവജനത്തിലേക്ക് വരാനിടയായിരുന്നു. അത്ഭുതം ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ പുരുഷാരം വചനം പറഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കലില്ലായിരുന്നു. അമ്മേ, യേശു 5 അപ്പം കൊണ്ട് 5000 പേര് പോഷിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ അതേ യേശു തന്നെ കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞാനും പിതാവും ഒന്നാന്ന് പറഞ്ഞു. അമ്മേ, ഈ വചനം ഗ്രഹിക്കാൻ അവർക്ക് പറ്റിയില്ല. അവർ ഉടനെ കല്ലെടുത്ത് അവനെ എറിയുക. അമ്മേ, എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു കൂടി വന്നിരിക്കുന്ന ജനം വചനത്തെ ഗ്രഹിക്കുവാൻ പ്രാപ്തിയുള്ള ആമേൻ കുറെ കൂടെ കർത്താവുമായിട്ട് അടുക്കുവാൻ മനസ്സുള്ള കുറെ ആളുകളാണ് ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. അമ്മേ, ഈ പുരുഷാരത്തെ ഓർത്ത ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് ഒത്തിരി വേണ്ടപ്പെട്ട പല പ്രിയപ്പെട്ട ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവർക്കായി സ്തോത്രം. വിശേഷ റോയിച്ചാനെ ഓർത്ത ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആമേൻ ഈ രാജ്യത്തിൽ ഇങ്ങനെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലെ ചിന്തകൾക്കായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ഇന്നലെ രാത്രി ഞാൻ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നുള്ള ചിന്തകൾ ഇന്നലെ രാത്രി സംസാരിച്ചു. എന്നാൽ 5-ാം അധ്യായത്തിൽ ഇന്ന് രാത്രി ഒഴിവാക്കി 7-ാം അധ്യായവും 6-ാം അധ്യായവും ഈ രാത്രി ചില ചിന്തകൾക്കായി വായിക്കാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. ഈ രാത്രിയിലെ ചിന്തകൾക്കായി 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വായിച്ച് 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഈ രാത്രി വായിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം. വായിച്ച് 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് ഉള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക. ചേർന്ന് പറഞ്ഞേ, പ്രിയമുള്ളവരെ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്
എന്തോ ഒരു വലിയ വാഗ്ദത്തം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ പ്രാപിച്ചിട്ടില്ലാത്ത എന്തോ വമ്പൻ വാഗ്ദത്തങ്ങൾ ഈ രാത്രി പരിശുദ്ധിയാത്മാവ് നിങ്ങളുടെ കരങ്ങളിൽ തരാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാൻ എന്ത് ചെയ്യണമെന്ന് പരിശുദ്ധം പറയുന്നു. നിങ്ങളുടെ ആത്മാവിലെയും, പറഞ്ഞേ ആത്മാവിലെയും, ഉറക്കെ ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും ഉരിഞ്ഞു കളഞ്ഞ്, ഒന്നുകൂടെ സകല കന്മഷവും ഉരിഞ്ഞു കളഞ്ഞ്, ഉറക്കെ സകല കന്മഷവും ഉരിഞ്ഞു കളഞ്ഞ് നമ്മെ തന്നെ വെടിപ്പാക്കി, ഒന്നുകൂടെ നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഹല്ലേലൂയ. ക്രിസ്തീയ പ്രസംഗ ശുശ്രൂഷയ്ക്ക് ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ക്രിസ്തീയ പ്രസംഗ ശുശ്രൂഷയുടെ ഉദ്ദേശം പൗലോസ് പറയുന്നത്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തേണ്ടതിന്. ആമേൻ. ആ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ സുവിശേഷ പ്രസംഗത്തിനുള്ളൂ. ഇന്ന് രാത്രിയിലെയും എൻ്റെ പ്രസംഗത്തിന്റെ ഉദ്ദേശം ഇവിടെ ചിലരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്താൻ വേണ്ടിയാണ് ഈ രാത്രി പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി വചനത്തോട് പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. വചനം നിങ്ങളോടാണെന്ന് തോന്നിയാൽ ഈ രാത്രി വചനത്തെ ചാടിപ്പിടിക്കാൻ നിങ്ങൾക്ക് ദൈവാവസരം തരട്ടെ. ആമേൻ. ഇതിനകത്ത് ചില ചിന്തകൾ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കും. അതിനകത്ത് ഒരു ചിന്ത ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ട് ആ വചനത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പദമുണ്ട്, ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷങ്ങൾ ഉരിഞ്ഞു കളയണം. ആമേൻ. ഇന്നലെ രാത്രിയിലെ ചിന്തകളോട് ചേർന്നാണ് ഈ രാത്രി നാം ചിന്തിക്കുന്നത്. പറഞ്ഞേ ആത്മാവിലെയും, ഉറക്കെ പറഞ്ഞേ ആത്മാവിലെയും ജഡത്തിലെയും ആമേൻ സകല കന്മഷവും ഉരിഞ്ഞു കളയണം. അപ്പൊ ന്യായമായൊരു ചോദ്യം അവിടെയുണ്ട്. ആത്മാവ് കളങ്കപ്പെടുമോ? ആത്മാവിൽ കന്മഷം ഉണ്ടാകുമോ? ശ്രദ്ധിച്ചു കേൾക്കുക. പരിശുദ്ധയാത്മാവ്, നിന്റെ അകത്തിരിക്കുന്ന ദൈവാത്മാവ് ഒരിക്കലും മലിനപ്പെടത്തില്ല. ആമേൻ. നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധിയാത്മാവ് ഒരു കാരണവശാലും മലിനപ്പെടത്തില്ല. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക, എന്റെയും നിങ്ങളുടെയും ആത്മാവ് മലിനപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. വചനം പിടികിട്ടിയവർക്കായി സ്തോത്രം. ആമേൻ. എന്റെയും നിങ്ങളുടെയും ആത്മാവ് മലിനപ്പെടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ആത്മാവ് മലിനപ്പെടുന്നത് എന്നുള്ള ചില ചിത്രങ്ങളിലേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് വരാം. ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രി നമ്മൾ നാട്ടിലൊക്കെ ചെന്നിട്ട് ഈ ബൈക്കൊക്കെ ഓടിക്കുന്ന ആളുകളാണല്ലോ. ബൈക്കൊക്കെ നമ്മുടെ നാട്ടിൽ കൂടെ ഓടിച്ചിട്ട് ഒരു 10 കിലോമീറ്ററൊക്കെ ബൈക്ക് ഓടിച്ചിട്ട് നിങ്ങൾ നേരെ വീടിന്റെ മുമ്പിൽ ചെന്ന് കണ്ണാടിയിൽ, വീടിനകത്ത് നിന്ന് കണ്ണാടിയിൽ നോക്കി നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ പ്രത്യേകിച്ച് ആ മുഖത്ത് അഴുക്കൊന്നും കാണത്തില്ല. എന്നാൽ നിങ്ങളൊരു കർച്ചീഫ് എടുത്ത് നിങ്ങളുടെ മുഖത്തെ തുടച്ചു നോക്കിയാൽ നിശ്ചയം ആ കർച്ചീഫിനകത്ത് അഴുക്ക് കാണും. ആമേൻ. എങ്ങനെ നിങ്ങളുടെ മുഖം അഴുക്കായി എന്ന് ചോദിച്ചാൽ, അഴുക്കായ ഒരു സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ യാത്ര ചെയ്ത കാരണത്താൽ നിങ്ങളുടെ ജഡം മലിനപ്പെട്ടതുപോലെ, ആമേൻ, തുടർമാനമായി തോറ്റ കുറെ ആളുകളുമായിട്ടുള്ള ബന്ധം, പിന്മാറ്റക്കാരുമായിട്ടുള്ള തുടർമാനമായ ബന്ധം, വീണ് കിടക്കുന്നവരുമായിട്ടുള്ള തുടർമാനമായ ബന്ധം, മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവനെ, വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരമുള്ള നടപ്പ്, പരിഹാസികളുടെ ഇരിപ്പിടത്തിലെ ഇരിപ്പ്. ആമേൻ. നിന്റെയും എത്ര കൃപയുള്ളവനാണെങ്കിലും നിന്റെയും ആത്മാവിനെ മലിനപ്പെടുത്തുവാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ രാത്രി പരിശുദ്ധമ പറയുന്നു. ആമേൻ. എത്ര പേർക്ക് രാത്രി വചനം മനസ്സിലായി? ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവനെ, നിന്റെ ആമേൻ എത്ര അഭിഷേകമുള്ളവനാണെങ്കിലും, ആമേൻ, എത്ര ദൈവകൃപയുള്ളവനാണെങ്കിലും, ആമേൻ, തുടർമാനമായി തോറ്റ ഒരു കൂട്ടുകെട്ടാണ് നീ ആമേൻ സഹകരിക്കുന്നെങ്കിൽ, തുടർമാനമായി പരാജയപ്പെട്ട കുറെ ആളുകളുമായിട്ടാണ് നീ ബന്ധം പുലർത്തുന്നതെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നീ എത്ര ശക്തനാണെങ്കിലും പതിയെ 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 നിന്റെ ആത്മാവ് മലിനപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ആമേൻ. അതുകൊണ്ട് ഈ രാത്രി ആരോടോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ആത്മാവിനെ മലിനപ്പെടുത്തുന്ന ചില ബാഡ് കമ്പനികളോട് ബൈ പറയാൻ. ഓ, ശ്രോത്രം 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 ശ്രോത്രം. ആമേൻ. വന്നില്ല. ഹല്ലേലൂയ. കണ്ടോ? ആമേൻ. ഈ വചനം അകത്തോട്ട് കയറണം ഇന്ന് രാത്രി. ആമേൻ. ഹല്ലേലൂയ. നിന്റെ ആത്മാവിനെ മലിനപ്പെടുത്തുന്ന, ഹല്ലേലൂയ, ചേർന്നൊരു സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ചേർന്ന് ശക്തിയോട് സ്വത്രം പറഞ്ഞേ. നമ്മുടെ ആത്മാവിനെ മലിനപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലും ഇന്ന് രാത്രി നാം നിൽക്കരുത്. ഇന്ന് രാത്രി നിന്നെ വിളിച്ചവന് ഒരു വമ്പൻ ഉദ്ദേശമുണ്ട്. ആമേൻ. നിന്നെ വിളിച്ചത് ആമേൻ എന്തോ വലിയ പർപ്പസിന് വേണ്ടിയാണ് പരിശുദ്ധം നിന്നെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ചിലതിന്റെ മേൽ ആഴത്തിൽ ഒരു അഭിഷേകം ഈ രാത്രിയിലും ഇട്ട് ആമേൻ തോറ്റുപോകാത്തൊരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയാക്കി പരിശുദ്ധിയാകുമ്പോൾ നിങ്ങൾ തീർക്കാനാകുന്നു. കരങ്ങളെ തട്ടിയും ദൈവത്തിന് നന്ദി പറയാമോ? വായകൾ തുറന്നും ദൈവത്തിന് നന്ദി പറയാമോ? അല്പസമയം കരങ്ങളെ തട്ടി പരിശുദ്ധിയാത്മാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് അല്പസമയം ഒന്ന് ആമേൻ കരങ്ങളെ തട്ടി വായകളൊന്ന് തുറന്ന് ഈ രാത്രി എല്ലാ ആമേൻ അഴുക്കായ കമ്പനികളിൽ നിന്നും, എല്ലാ തോറ്റ കൂട്ടുകെട്ടിൽ നിന്നും ഈ രാത്രി ഒന്ന് വിടുവിക്കുക. അല്പസമയം ആത്മാവിൽ അന്യഭാഷകൾ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ.
ഈ രാത്രി ഞാൻ വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഈ കൊരിന്തിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ഈ ആത്മാവിന്റെ മാലിന്യങ്ങളെ കുറിച്ച് മനസ്സിലാകുന്നത്. ഇന്ന് രാത്രി വളരെ തിടുക്കത്തോടെ നമുക്ക് ദൈവജനത്തിലേക്ക് ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർ, സത്യത്തിൽ ഈ കൊരിന്ത് പട്ടണത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് ഗൗരവത്തിൽ മനസ്സിലാകുന്നത്. കൊരിന്ത് പട്ടണം എന്ന് പറയുന്നത് ഈ പൗലോസ് സുവിശേഷ വേല അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിലാണ് കൊരിന്തിന്റെ വാതിൽ സത്യത്തിൽ സുവിശേഷ വേലയ്ക്കായി ദൈവാത്മാവ് തുറന്നു കൊടുക്കുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നത്. ശ്രദ്ധിച്ചേ, കൊരിന്തിൽ പൗലോസ് തന്റെ മിഷണറി യാത്രയിൽ എത്തുന്നിടം വരെ കൊരിന്തുകാർക്ക് പാപം എന്ന പദം അറിയത്തില്ലായിരുന്നു. പാപം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങളെക്കുറിച്ചും പലരും പറയുന്ന ഒരു കംപ്ലൈന്റ്, ഞങ്ങൾ എല്ലാവരെയും പാപികൾ പാപികൾ എന്ന് വിളിക്കുന്നു എന്നാണ് ഞങ്ങളെക്കുറിച്ചും തുടർമാനമായി പലരും പറയുന്ന കംപ്ലൈന്റ്. ഞങ്ങളല്ല പാപികൾ എന്ന് വിളിക്കുന്നത്, വേദപുസ്തകം പറയുന്നു സകല മനുഷ്യരും പാപിയാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ വേദപുസ്തകം പ്രസംഗിക്കുന്ന കാരണത്താൽ ഞങ്ങളും അത് ആവർത്തിച്ച് പറയുന്നതേ ഉള്ളൂ. ശ്രദ്ധിച്ചേ, കൊരിന്തിന്റെ പ്രത്യേകത ഒരു അഴുക്ക് കൾച്ചറിന്റെ ഒരു ഏരിയ ആയിരുന്നു കൊരിന്ത് എന്ന് പറയുന്നത്. ഇന്നത്തെ ദുബൈ പോലെ അല്ലെങ്കിൽ ഇന്നത്തെ സിംഗപ്പൂർ പോലെ. കഴിഞ്ഞ ദിവസം ഞാൻ സിംഗപ്പൂരിൽ ശുശ്രൂഷപ്പന് മനസ്സിലായി അതിന്റെ ശക്തി എന്താണെന്ന്. ശ്രദ്ധിച്ചേ, അപ്പോൾ അഴുക്ക് ഒരു നെറ്റ്വർക്ക് ആയിരുന്നു ആ കൊരിന്തിനകത്തുണ്ടായിരുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, കൊരിന്തിന്റെ ഏറ്റവും വലിയ ബിസിനസ് അവിടുത്തെ സർവകലാശാലകൾ, യൂണിവേഴ്സിറ്റികൾ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് പഠിച്ച് ക്യാമ്പ് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ഇന്നത്തെ ഒരു വലിയ സിറ്റി പോലെ ആ കാലഘട്ടത്തിൽ കൊരിന്തുണ്ടായിരുന്ന കാരണത്താൽ ഒരുപാട് ഇമ്മോറാലിറ്റികൾ, ഒരുപാട് അധാർമികതകൾ അതിന്റെ നടുവിൽ നടന്നുകൊണ്ടേയിരുന്നു. വിഗ്രഹാരാധന അവിടുത്തെ ഏറ്റവും വലിയൊരു ശക്തിയായിരുന്നു. വിഗ്രഹാർപ്പിതങ്ങൾ തിന്നുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു. ശ്രദ്ധിച്ചില്ല? അവിടുത്തെ വ്യഭിചാരം, മദ്യപാനം, ഇതെല്ലാം കൊരിന്തിനെ സംബന്ധിച്ച് ഒരു വലിയ അഴുക്കാക്കി ആ കൊരിന്തിനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാരണവശാൽ സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കിട്ടുവാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അപ്പോസ്തല പ്രവൃത്തി 18-ൽ സുവിശേഷത്തിന്റെ വാതിൽ ദൈവാത്മാവ് പൗലോസിന് മുമ്പിൽ തുറന്നു കൊടുക്കാനിടയായി. ഈ രാത്രി വിശ്വസിക്ക് പ്രിയപ്പെട്ടവനെ, ഒരു സാധ്യതയും ഇല്ലെന്ന് നീ എഴുതി തള്ളിയിരിക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോകുന്നു. എല്ലാം അനുകൂലമായിരിക്കുന്നിടത്തല്ല ദൈവം നിന്നെ നിർത്താൻ പോകുന്നത്. ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിൽ ദൈവാത്മാവ് നിന്നെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ചേർന്ന് ദൈവത്തിന് നന്ദി പറയാമോ? ഈ രാത്രി വിശ്വസിക്കുക. അടുത്ത ദൂതുകൾ ഞാൻ പറയുമ്പോൾ ശക്തിയേറിയ അഭിഷേക പകർച്ച ഇന്ന് രാത്രി ഇവിടെ നടക്കും. വിശ്വസിക്കുന്ന ചിലതിനെ പ്രാപിക്കുവാൻ തയ്യാറെടുക്കുക. ശ്രദ്ധിച്ചേ, പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 17, 18, 19, 20 ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഓരോ പട്ടണങ്ങളെ ദൈവാത്മാവ് പിടിക്കുന്ന കാഴ്ചയാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. 18-ൽ ഒരു ശമരിയെ പിടിച്ചു, 19-ൽ എഫേസോസ് പിടിച്ചു. അത് 16, 17 വാക്യങ്ങൾ പഠിക്കുമ്പോൾ ഓരോ പട്ടണങ്ങളെ പിടിച്ച് ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചേ, വിശ്വസിക്കാമെങ്കിൽ ഈ തലമുറയിൽ ഈ പട്ടണത്തെയും പിടിക്കുവാൻ ദൈവം ഒരു അഭിഷേകം നമ്മുടെ മേലിടാൻ പോകുകയാണ്. എത്ര പേരെ വിശ്വസിക്കുന്ന എനിക്ക് അറിയത്തില്ല. അതിനെ ഇന്ന് രാത്രി പിടിക്കാൻ ഒരു അഭിഷേകം ചിലതിന്റെ മേൽ ദൈവാത്മാവ് ഇടാൻ പോകുകയാണ്. ശ്രദ്ധിച്ചേ, ഓരോ സ്ഥലങ്ങളിൽ പൗലോസ് മിനിസ്റ്റർ ചെയ്യുമ്പോൾ, ഓരോ സ്ഥലങ്ങളിൽ പൗലോസ് ചെല്ലുമ്പോൾ പൗലോസിന് ആത്മാവിൽ ശ്രദ്ധിക്കുമായിരുന്നു, എന്താണ് ഇവിടുത്തെ ശക്തി, എന്താണ് സുവിശേഷത്തിന് വിരോധമായി നിൽക്കുന്നത്, എന്താണ് ഇവിടുത്തെ തടസ്സം. അതിനെയായിരുന്നു പൗലോസ് മാർക്ക് ചെയ്ത് തകർത്തത്. അവൻ പറയും, ഞാൻ ആകാശത്തും മുഷ്ടിയുദ്ധം ചെയ്യുന്നവനെ പോലെയല്ല. ചില മണ്ഡലങ്ങളെ അറിഞ്ഞു പ്രാർത്ഥിക്കുന്ന, ചിലതിനെ കണ്ടു പ്രാർത്ഥിക്കുന്ന, ചിലതിനെ നോട്ടമിട്ട് പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർക്കാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നത്. ശമരിയിൽ പൗലോസ് ചെന്നപ്പോൾ, ശ്രദ്ധിച്ചു കേൾക്കുക, ശമരിയിൽ പൗലോസ് ചെന്നപ്പോൾ അവിടുത്തെ മന്ത്രവാദികളായിരുന്നു ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ എതിര്. ആത്മാവിൽ പ്രാർത്ഥിച്ച് ആ മന്ത്രവാദികളുടെ വായെ ദൈവസഭ അടപ്പിച്ചു. വന്നില്ല. ഹല്ലേലൂയ. എന്നാൽ എഫേസോസിലെത്തിയപ്പോൾ മന്ത്രവാദികൾ മാത്രമല്ലായിരുന്നു, അർത്തമീസ് എന്ന് പറയുന്ന ഒരു കൊച്ചു സുന്ദരിയായ ദേവിയായിരുന്നു എഫേസോസിന്റെ അധികാരം കൈമാറിയിരുന്നത്. 15 വർഷങ്ങൾ മിനിസ്ട്രിയെ തകർത്ത്, 15 വർഷങ്ങൾ ശുശ്രൂഷകൾക്ക് പ്രയോജനം കൊടുക്കാതെ അർത്തമീസ് എന്ന് പറയുന്ന ഒരു ദേവി എഫേസോസിനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ശ്രദ്ധിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ ഞാൻ വായിക്കുന്നു, പൗലോസ് അവിടെ ചെന്ന് 12 പേരുടെ മേൽ അഭിഷേക കൈമാറ്റം നടത്തി കഴിഞ്ഞ് ചില നാളുകൾക്കകം അവർ അർത്തമീസിനെ പിടിച്ചു കെട്ടി. വന്നില്ല. ഹല്ലേലൂയ. അർത്തമീസിനെ ഞാൻ പറഞ്ഞില്ല, അർത്തമീസിനെ പിടിച്ചു കെട്ടുന്നതിന് മുമ്പേ ഒരു വലിയ ആത്മപകർച്ച ആ പട്ടണത്തിൽ നടന്നു. അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്ന ഒരു പദമുണ്ട്, ഇങ്ങനെ ദൈവവചനം പരന്നു, പ്രബലപ്പെട്ടു. ഒന്ന് പറഞ്ഞേ, ദൈവവചനം പരന്നു. ഉറക്കെ, വചനം പരന്നു. ഉറക്കെ, വചനം പരന്നു, വചനം പ്രബലപ്പെട്ടു. ഒന്നുകൂടെ പറഞ്ഞേ, വചനം പ്രബലപ്പെട്ടു.
ഈ രാത്രി ഒരു ദൂതുണ്ട്, വചനം പ്രബലപ്പെട്ട് തുടങ്ങിയാൽ മറ്റു പലതും ദുർബലമായേ പറ്റത്തുള്ളൂ. ആമേ. എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ആമേ. ഈ രാത്രി നിന്റെ ശരീരത്തിൽ വചനം പ്രബലപ്പെട്ടാൽ, നിന്റെ കുടുംബത്തിൽ വചനം പ്രബലപ്പെട്ടാൽ, നിന്റെ സഭയിൽ, നിന്റെ പട്ടണത്തിൽ വചനം പ്രബലപ്പെടാൻ തുടങ്ങിയ ഈ രാത്രി നിന്റെ മുമ്പിൽ വലുതായി നിൽക്കുന്ന പലതും ഇന്ന് രാത്രി ദുർബലമായി തുടങ്ങാൻ പോകുകയാണ്. വിശ്വസിക്കുക, ഈ രാത്രി വചന കേൾവി ഇവിടെ നടക്കുമ്പോൾ നിന്റെ ശരീരത്തിലെ രോഗാത്മാക്കൾ ഈ രാത്രി ദുർബലമായി നിന്നെ വിട്ടുമാറി നീ കാണാൻ പോകുകയാണ്. ആമേൻ. വിശ്വസിക്കുന്നവർ പ്രാപിക്കുക. നിന്റെ ശരീരത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ബിസിനസ്സിനകത്ത് നിന്നെ മുൻപോട്ട് വിടാത്ത ചിലത് ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ നീ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമാൻ ഈ രാത്രി ചിലത് ദുർബലമായി. ഓ ജീസസ്, ജീസസ്. ഈ രാത്രി ഞാൻ കാണുന്നു, ഈ രാത്രി ചില രോഗാത്മാക്കൾ ഈ ജനക്കൂട്ടത്തിന് നടുവിൽ ദുർബലമായി വിട്ടുമാറാൻ പോകുകയാണ്. ചില ശാപശക്തികൾ കമൻ കരങ്ങളെ തട്ടി. ഓ ഈ പട്ടണത്തിൽ വചനം ആമേൻ പ്രബലപ്പെടാൻ പോകുന്നു. വിശ്വസിക്കാമോ? 2012 അടുത്ത ഒരു സീസണിൽ യുഎഇയിൽ ദൈവത്തിന്റെ വചനം പ്രബലപ്പെടാൻ പോകുന്നു. വചനം പരക്കുവാൻ പോകുന്നു. വചനത്തിന്റെ ശക്തി രാജ്യം കാണാൻ പോകുന്നു. മറ്റു പലതും ദുർബലമാകാൻ പോകുന്നു. ഓ ആമേൻ. വചനം പ്രബലപ്പെട്ടപ്പോൾ സഭയിൽ, സഭായോഗത്തിൽ സ്തോത്ര കാഴ്ചപ്പെട്ടി പോലെ, ശ്രദ്ധിച്ചേ, സ്തോത്ര കാഴ്ചപ്പെട്ടി പോലെ സൈഡിൽ ഒരു വലിയ വീപ്പ ഉണ്ടായിരുന്നു. ആമേൻ. വിശ്വാസികൾ സ്തോത്ര കാഴ്ചയിടും. അവിടുത്തെ മന്ത്രവാദികൾ മന്ത്രവാദ സാമഗ്രികൾ കൊണ്ടിട്ട് കത്തിക്കുമായിരുന്നു. ആമേൻ. വന്നില്ല. ആമേൻ. ഇത് എഫേസോസിൽ മാത്രമല്ല, ദുബൈയിലും സംഭവിക്കണമെന്ന് ദൈവത്തിന്റെ ഒരു കൊതിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ പൗലോസ് ചെറുതിൽ തൃപ്തനായിരുന്നില്ല. അവൻ കൊച്ചു ആമേൻ ഭൂതത്തെ പിടിക്കുന്നതിൽ അവന് തൃപ്തിയില്ലായിരുന്നു. അവന്റെ ലക്ഷ്യം അവൻ ഏറ്റവും മേജറിനെ പിടിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എഫേസോസ് പട്ടണത്തിന്റെ അധികാരം ആത്മാവിൽ സഭ വാങ്ങിക്കാനിടയായി തീർന്നു. വിശ്വസിക്കാമോ? ഈ രാത്രിയിലും ചിലതിന്റെയൊക്കെ അധികാരം ദൈവം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കുക. അടുത്ത ദൂതുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പൗലോസ് എഫേസോസിൽ നിന്നും ശമരിയിൽ നിന്നും കൊരിന്തിലേക്ക് കയറുവാനിടയായി തീർന്നു. ശ്രദ്ധിച്ചേ, കൊരിന്തിൽ പൗലോസ് ശ്രദ്ധിച്ചു, ഇവിടെ ഏത് മന്ത്രവാദിയുടെ വായാണ് അടപ്പിക്കേണ്ടത്, ഇവിടെ ഏത് ദേവിയെ ആണ് പിടിച്ചു കെട്ടേണ്ടത്. ഹല്ലേലൂയ. പൗലോസിന് മനസ്സിലായി, കൊരിന്തിൽ പിടിച്ചു കെട്ടാൻ അർത്തമീസ് ഇല്ല, കൊരിന്തിൽ പിടിച്ചു കെട്ടാൻ മന്ത്രവാദികളില്ല. ആമേൻ. കൊരിന്തിൽ സഭ ഓവർകം ചെയ്യേണ്ടത് കൊരിന്തിന്റെ കൾച്ചറിനെയാണ്. ഓ ആമേൻ. പറയാൻ പറ്റുമോ ജലൽ പാസ്റ്ററെ? ആമേൻ. ദുബൈയിൽ പിടിച്ചു കെട്ടാൻ ഭദ്രകാളിയില്ല. ആമേൻ. ദുബൈയിൽ പിടിച്ചു കെട്ടാൽ ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ പറയുന്ന പല പേരുകളും ഇവിടെ പിടിച്ചു കെട്ടാനില്ല. ആമേൻ. ഇന്ന് രാത്രി ദുബൈയിൽ എന്തെങ്കിലും സംഭവിക്കണമെന്ന് ആത്മാവിൽ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദുബൈയിൽ ദൈവസഭ ജയിക്കേണ്ടത് ഈ പട്ടണത്തിന്റെ സ്വഭാവത്തെ. ഓ കമാൺ, കമാൺ. ഇന്ന് രാത്രി അതിന്റെ അഭിഷേകം ചിലതിനെ മേൽ വീഴാൻ പോകുകയാണ്. എന്തോ ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ചെയ്യുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി പ്രാപിക്കേ. ഈ പട്ടണത്തിന്റെ സ്വഭാവത്തെ, ഈ എമിറേറ്റ്സിന്റെ സ്വഭാവങ്ങളെ, ചിലതിന്റെ മേൽ ഇന്ന് രാത്രി ആ അഭിഷേകത്തെ ദൈവാത്മാവ് ഇടുന്നു. കരങ്ങളെ തട്ടി, കരങ്ങളെ തട്ടി, വായ്കൾ തുറന്ന് അഭിഷേകത്തോടെ വിശ്വസിക്കാൻ എത്ര പേർ രാത്രി തയ്യാറാണെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ചിലതിന്റെ മേൽ ജയിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് രാത്രി പരിശുദ്ധമായി വിടാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഇവിടെ നിനക്ക് പിടിച്ചു കെട്ടാൻ ആമേൻ കൊച്ചു ശക്തികളില്ല. ഇവിടെ നിനക്ക് പിടിച്ചു കെട്ടാൻ, ഇവിടെ നീ പോരാട്ടമെന്ന് പറഞ്ഞ് നിൽക്കരുത്. ആമേൻ. ഇവിടെ നീ ബന്ധനമെന്ന് പറഞ്ഞ് നിൽക്കരുത്. ഇവിടെ പോരാട്ടമല്ല വലുത്, ഇവിടെ ബന്ധനമല്ല വലുത്. ഈ എമിറേറ്റ്സിന്റെ സ്വഭാവങ്ങളെ ജയിക്കുന്ന, ഈ എമിറേറ്റ്സിന്റെ കൾച്ചറുകളെ ജയിക്കുന്ന ഒരു ദൈവരാജ്യത്തിന്റെ ശക്തി ഈ രാത്രി പ്രാപിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുക, ഈ കൾച്ചറുകളെ ജയിക്കാൻ സഭയ്ക്ക് പറ്റിയ ഇന്ന് രാത്രി നീ കാണും പട്ടണം പിടിക്കപ്പെടുന്നതാണ്. ഈ രാത്രി നീ കാണും പട്ടണത്തിന്റെ താക്കോൽ ദൈവം നിന്നെ ഏൽപ്പിക്കുന്നത്. വിശ്വസിക്കുന്ന പ്രാപിക്കുക പ്രിയനെ. ഇന്ന് രാത്രി നീ ആമേൻ കാഴ്ചക്കാരനായി ഇരിക്കരുത്. ജീസസ് ദൈവാത്മാവ് ചെയ്തതിനെ തൊടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ പട്ടണത്തിന്റെ സ്വഭാവത്തെ ജയിക്കണം. ആമേൻ. ശ്രദ്ധിച്ചേ, യെരുശലേമിൽ പ്രസംഗിക്കാൻ ഈസിയാ, കൊരിന്തിൽ പ്രസംഗിക്കാൻ പാടാ. ആമേൻ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. യെരുശലേമിൽ കൈയടിക്കാൻ ആളുണ്ട്, കൊരിന്തിൽ കൈയടിക്കാൻ ആളില്ല.
ആമേൻ. യെരൂശലേമിൽ സ്തോത്ര കാഴ്ച തരാൻ ആളുണ്ട്, കൊരിന്തിൽ സ്തോത്ര കാഴ്ച തരാൻ ആളില്ല. ആമേൻ. ഇന്ന് ദൈവാത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ ആമേൻ യെരൂശലേമിൽ നിന്നും കൊരിന്തിലേക്ക് മൂവ് ചെയ്യുന്ന ചില അഭിഷക്തന്മാരെ എനിക്ക് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാകുന്ന എനിക്കറിയത്തില്ല. ആരുടെയൊക്കെയോ ശുശ്രൂഷകൾ ദൈവാത്മാവ് ഈ തലമുറയിൽ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ആമേൻ. ആരുടെയൊക്കെയോ മിനിസ്ട്രിയുടെ അതിരിനെ ദൈവാത്മാവ് വർദ്ധിപ്പിക്കാൻ പോകുന്നു. ശ്രദ്ധിച്ചേ, ഈ രാത്രി കൊരിന്തുകളെ പിടിക്കണമെങ്കിൽ, ഈ ദുബായി പിടിക്കണമെങ്കിൽ ആമേൻ ഒരു മലയാളി കമ്മ്യൂണിറ്റിയെ മാത്രം ലക്ഷ്യമിട്ട് നടക്കുന്ന ഒരു സഭയ്ക്ക് ദുബായിയെ പിടിക്കാൻ ഒക്കത്തില്ല. ആമേൻ. വന്നില്ല. ആമേൻ. ഒരു മലയാളി കമ്മ്യൂണിറ്റിയെ മാത്രം ലക്ഷ്യമിട്ട് നീങ്ങുന്ന ഒരു ചർച്ചിന് ആമേൻ ദുബായിയെ പിടിക്കാൻ ഒക്കത്തില്ല. ഇന്ന് രാത്രി ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്നു പാർക്കുന്ന ഹല്ലേലൂയ ആമേൻ നൂറുകണക്കിന് ഭാഷക്കാർ, നൂറുകണക്കിന് രാജ്യക്കാർ, നൂറുകണക്കിന് സംസ്കാരമുള്ള ഈ പട്ടണത്തെ പിടിക്കണമെങ്കിൽ അന്ത്യകാലത്തിന് വേണ്ടി ദൈവം മാറ്റിവെച്ചിരിക്കുന്ന ഒരു ക്രോസ് കൾച്ചറൽ അനോയിന്റിങ്ങിനെ ഈ രാത്രി ആത്മാവിൽ പ്രാപിക്കണം. ഭാഷ വ്യത്യാസമില്ലാത്ത, കമാൻ ആമേൻ, നിറം വ്യത്യാസമില്ലാത്ത, വർണ്ണം വ്യത്യാസം. ഓ, ഈ രാത്രി അതിന്റെ അഭിഷേകം ആരുടെ മേൽ വീഴുന്നു? കമാൻ, ഈ രാത്രി കരങ്ങളെ. ഓ ജീസസ്. അഭിഷേകത്തിനെ ദൈവം നിന്നെ വിളിച്ചത് ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയല്ല. ആമേൻ. നിന്നെ ദൈവം വിളിച്ചത് ഒരു ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയല്ല. പരിശുദ്ധിയാത്മാവ് നിന്റെ മേൽ വരും. ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ, കമാൻ, യഹൂദയയിൽ, ശമര്യയിൽ, ഭൂമിയുടെ അറ്റത്തോളം എന്നെ സാക്ഷിയാക. ഓ പ്രൈസ് ദി ലോർഡ്. ഒന്ന് കണ്ണു തുറക്കാമോ ഈ രാത്രി? ആമേൻ. നൂറുകണക്കിന് ഭാഷക്കാർ, മിണ്ടുന്നില്ല. നൂറുകണക്കിന് സംസ്കാരങ്ങൾ, ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി. ആമേൻ. ഇവിടെ നീ കൊച്ചു ഭൂതത്തെ ശാസിച്ച് നടന്നാൽ മിണ്ടുന്നില്ല. ഇവിടെ നീ പോരാട്ടം പറഞ്ഞു നടന്നാൽ ഈ സംസ്കാരത്തെ പിടിക്കാൻ നിനക്ക് പറ്റത്തില്ല. ആമേൻ. ഇവിടെ നിന്റെ അഭിഷേകം വർദ്ധിക്കണം. ആമേൻ. ഇവിടെ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ നിറവ് വർദ്ധിക്കണം. ഇന്ന് രാത്രി അത് നിന്റെ മേൽ വ്യാപരിച്ചാൽ, പത്രോസിനെ ഒരു ചെറിയ കമ്മ്യൂണിറ്റിയിൽ മാത്രം പ്രയോജനപ്പെടുത്തിയ ദൈവം പൗലോസിനെ വ്യത്യസ്ത കമ്മ്യൂണിറ്റിയിൽ പ്രയോജനപ്പെടുത്തിയതുപോലെ ഈ പട്ടണത്തെ പിടിക്കാൻ വേണ്ടി ഏതൊക്കെയോ ദൈവദാസന്മാരുടെ മേൽ ഈ തലമുറയിൽ വിവിധ കമ്മ്യൂണിറ്റികളെ പിടിക്കുന്ന, വിവിധ വർഗങ്ങളെ പിടിക്കുന്ന, വിവിധ വർണ്ണങ്ങളെ പിടിക്കുന്ന ഒരു അഭിഷേകത്തെ ദൈവം വിടാൻ ആഗ്രഹിക്കുകയാണ്. ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. ഓ ജീസസ്, കം ഓൺ. എത്ര പേർക്ക് ഇന്ന് രാത്രി അതിനെ പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്? ഓ ആമേൻ. ആത്മാവ് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി ഒരു ക്രോസ് കൾച്ചറൽ അനോയിന്റിങ്ങിന്റെ പുതപ്പ് ചിലരുടെ മേൽ ദൈവാത്മാവ് വിടാൻ പോകുകയാണ്. നിന്നെ ഒരു സംസ്കാരത്തിന് വേണ്ടി മാത്രം വിളിക്കപ്പെട്ടവനല്ല. ആമേൻ. പല സംസ്കാരങ്ങൾക്ക് വേണ്ടി ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോകുന്നു. ആത്മവിരാത്രി പറയുന്നു, മലയാളം സംസാരിക്കുന്ന അതേ ഫ്ലുവൻസിയോടെ ആമേൻ ലോക രാജ്യങ്ങളുടെ ഭാഷകൾ സംസാരിക്കാൻ ഇന്ന് രാത്രി നിന്റെ നാവിന്റെ മേൽ ദൈവിക അധികാരത്തെ ദൈവം കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഓ കമാൻ പ്രാപിച്ചേ പ്രിയപ്പെട്ടവരെ. ഏതൊക്കെയോ ആളുകളെ മേൽ ഈ രാത്രി ഒരു പുതപ്പ് വന്ന് വീഴുന്നത് പോലെ ഈ അനോയിന്റിങ്ങിന്റെ കൈമാത്രം ഈ രാത്രി നടക്കുന്നു. നിന്റെ കണ്ണ് തുറക്കട്ടെ. ആമേൻ. നിന്റെ കണ്ണ് തുറക്കട്ടെ. ഈ രാത്രി ഈ അഭിഷേകത്തെ പ്രാപിക്കാൻ ജനം തയ്യാറാകട്ടെ. ഓ കമാൻ. പരിശുദ്ധമെന്തോ രാത്രി കട്ടിയോടെ ചെയ്യാൻ പോകുന്നു. ആർ യു റെഡി? ശ്രദ്ധിച്ചേ, എങ്ങനെ ഈ കൾച്ചറിനെ പൊളിക്കാൻ പറ്റും? കൊരിന്തിന്റെ വിഷയം കൊരിന്തിന്റെ കൾച്ചറായിരുന്നു. പറഞ്ഞ കൊരിന്തിന്റെ കൾച്ചർ. സഭ ജയിക്കേണ്ടത് ദുബൈയുടെ കൾച്ചറിന്. മിണ്ടുന്നില്ല. എലിയാസ് പാസ്റ്റർ ദുബൈയിൽ ദുബൈയിൽ സഭ ജയിക്കേണ്ടത്, പ്രാർത്ഥനാ സംഗമം ജയിക്കേണ്ടത് ഈ എമിറേറ്റ്സിന്റെ കൾച്ചറിന്. ഓ കമാൺ. എനിക്കറിയാം ഇന്ന് രാത്രി ഈ ശക്തിയേറിയ അഭിഷേകം ഞാൻ ഇതൂത് പറയുമ്പോൾ ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. കമാൺ. ആമേൻ. മിഡിൽ ഈസ്റ്റ് ബ്രേക്ക് ത്രൂ ഒക്കെ ഇവിടെ സംഭവിക്കും. ഇതിനെ ഒന്ന് ജയിക്കാൻ ഒരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ആമേൻ. നീ കാണാൻ പോകുകയാണ്. ഇന്നു വരെ പ്രിയപ്പെട്ടവനെ നിന്റെ മിനിസ്ട്രിയെ വെല്ലുവിളിക്കുന്നത്, നിന്റെ വിശ്വാസ ജീവിതത്തെ വെല്ലുവിളിക്കുന്നത് നാട്ടിൽ ആരോ പറയുന്ന പോരാട്ടങ്ങളല്ല. നിന്റെ വിശ്വാസ ജീവിതത്തെ വെല്ലുവിളിക്കുന്നത് ഇവിടുത്തെ ഒരു കൾച്ചറാണ് നിന്റെ അഭിഷേകത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആമേ. ഇവിടുത്തെ സംസ്കാരമാണ് നിന്റെ ശുശ്രൂഷകളെ വെല്ലുവിളിക്കുന്നത്. ആമേ. എന്നാൽ ഇന്ന് രാത്രി ഒരു പുതപ്പ് നിന്റെ മേൽ വീണാൽ, ആമേ, അതൊന്നും നിന്നെ വെല്ലുവിളിക്കാതെ അഭിഷേകത്തിന്റെ പുഷ്ടി മുഖങ്ങളെ പൊട്ടിച്ചു മാറ്റുന്നത്. കമാൻ. അഭിഷേകത്തിന്റെ പുഷ്ടി ഈ രാത്രി മുഖങ്ങളെ പൊട്ടിച്ച്. ഓ ജീസസ്. കമാൻ. തൊടട്ടെ ദൈവം ചെയ്തതിനെ. ആമേൻ. വിശ്വസിക്കുന്നവർ രാത്രി പ്രാപിച്ചേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഓ ശ്രദ്ധിച്ചേ, എങ്ങനെ ഈ കൾച്ചറിനെ ജയിക്കാൻ പറ്റും? ഒരു ഭൂതമായിരുന്നെങ്കിൽ ശാസിക്കാമായിരുന്നു. ജലാൽ പാസ്റ്ററെ, ഇവിടെ ഒരു ഭൂതമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നോട്ടം നോക്കിയാൽ ഭൂതം വിട്ടുമാറും. ഒരു മന്ത്രവാദിയാണെങ്കിൽ സഭയുടെ ഒരൊറ്റ പ്രാർത്ഥനയിൽ അത് പൊളിഞ്ഞു മാറും. എന്നാൽ ഒരു കൾച്ചറിനെ പൊളിക്കാൻ നിന്റെ പ്രാർത്ഥനകളെക്കാൾ ശക്തി, നിന്റെ ശാസനകളെക്കാൾ ശക്തി നിന്റെ ജീവിതത്തിന്. ഓ മിണ്ടുന്നില്ല. ഈ ദുബൈയിൽ ഒരു ബ്രേക്ക് ത്രൂ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുടെ ഉണ്ട്? ആമേൻ. അതിന് പ്രസംഗിക്കുന്നവരെ അല്ല വേണ്ടത്, അതിന് കേൾക്കുന്നവരെ അല്ല വേണ്ടത്, അതിന് പുറമെ മേക്കപ്പ് ഇട്ടവരെ അല്ല വേണ്ടത്. ഈ അഴുക്ക് കൾച്ചറിന്റെ നടുവിൽ ദൈവരാജ്യത്തിന്റെ കൾച്ചറിൽ ജീവിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് രാത്രി വേണ്ടത്. ആമേൻ. ഓ ആമേൻ. ഈ രാത്രി ആരെയോ ദൈവം തൊടാൻ പോവുകയാണ്. ആമേൻ. എനിക്കറിയാം, ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ അനുഭവിച്ചതിനേക്കാൾ ശക്തിയേറിയ ഒരു ഇമ്പാർട്ടേഷൻ ഇന്ന് രാത്രി ഇവിടെ നടക്കുന്ന കാര്യം ആത്മാവിനെ കാണിക്കുന്നു. ആമേൻ. നിന്റെ കോളേജിന്റെ കൾച്ചറുകളെ പൊളിക്കുക, നിന്റെ ഹോസ്പിറ്റലിന്റെ കൾച്ചറിനെ പൊളിക്കുക, നിന്റെ ബിസിനസ് സ്ഥാപനങ്ങളുടെ കൾച്ചറുകളെ പൊളിക്കുക. പെന്തക്കോസ്തിന്റെ ലേബലിൽ ജീവിക്കുന്നവരെ അല്ല വേണ്ടത്, ശക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരെയല്ല, ഈ ശക്തിയെ പുറപ്പെടുവിക്കുന്ന ഒരു തലമുറ ഈ പട്ടണത്തിലുണ്ടെങ്കിൽ ഈ കൾച്ചറുകളെ പൊളിക്കാൻ ഈ രാത്രി ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. Oh, praise the Lord, praise the Lord. Oh, ദുബൈയിലെ ശുശ്രൂഷകന്മാരെ, അച്ഛാ ഇവിടെ ഒരു കൾച്ചർ ഉണ്ട്. ആമേൻ. ശുശ്രൂഷകന്മാർ തമ്മിൽ അടുക്കത്തില്ല. ആമേൻ. നിന്റെ സഭ എന്റെ സഭ, നിന്റെ പ്രവർത്തനം എന്റെ പ്രവർത്തനം, മിണ്ടുന്നില്ല. ഇതിനെ പൊളിക്കാൻ ആമേൻ ഒരുമിച്ച് കൈ കൊടുക്കുന്ന 25 പേരെ കിട്ടണം. ആമേൻ. ആമേൻ. ഇതൊക്കെ ഇവിടെ പൊളിഞ്ഞു വീഴാൻ പോകുക. വിശ്വസിക്കുക, വിശ്വസിക്കുക. ഇന്നലെ രാത്രിയിലെ ഒരു ദൂത് ഞാൻ കേട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ജയലാൽ പാസ്റ്റർ ചർച്ചിൽ ആമേൻ പ്രാർത്ഥന നടക്കുന്നു പറഞ്ഞപ്പോൾ ദുബൈയിലെ 5 സഭകൾ മീറ്റിംഗ് നിർത്തി ഇവിടെ വന്നു. ആമേൻ. ഇത് എന്തിന്റെയോ ലക്ഷണമാണ്. ഹല്ലേലൂയ. വർഷങ്ങളായി ദുബൈയെ ഞെരുക്കുന്ന ചിലതിനെ പൊളിക്കാൻ വേണ്ടി ദൈവാത്മാവ് ആരുടെയോ മേൽ അഭിഷേകത്തെ ഇട്ടു തുടങ്ങി കഴിഞ്ഞു. വിശ്വസിക്കുക. ഓ ഓ പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പഠിക്കുന്ന കോളേജിന്റെ ഒരു സംസ്കാരമുണ്ട്. അമ്മേ, കഴിഞ്ഞ ദിവസം സിംഗപ്പൂരിൽ പോയി പറഞ്ഞത്. അമ്മേ അമ്മേൻ മിനിമം ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും വേണം, ഇല്ലെങ്കിൽ ചിലയിടത്ത് കയറ്റത്തില്ല. അമ്മേ മിണ്ടുന്നില്ല ആരും. അമ്മേൻ. അത് ആ പട്ടണത്തിന്റെ സംസ്കാരം. മിണ്ടുന്നില്ല. ആ സംസ്കാരത്തെ പൊളിക്കാൻ ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്നെങ്കിൽ മാലയും കമ്മലും ഊരിയാൻ മാത്രം പോരാ, വെള്ള ഉടുപ്പിട്ടാൽ മാത്രം പോരാ. നിന്റെ കോളേജിൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഇല്ലാതെ നീ ജീവിക്കാൻ തയ്യാറാക്കണം. ഓ ആമേൻ. എനിക്കറിയാം ആമേൻ വരാൻ ഇച്ചിരി പാടാ, പക്ഷെ ആമേൻ വന്നു തുടങ്ങിയാൽ ഇവിടുത്തെ ആത്മമണ്ഡലങ്ങളിൽ വിള്ളൽ വീണ് ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങുന്ന കാഴ്ച നീ കാണാൻ പോകുകയാണ്. ആമേൻ. ഓ കമോൺ, പ്രാപിക്കാമെങ്കിൽ പ്രാപിക്ക് പ്രിയപ്പെട്ടവനെ. ഇന്ന് വരെ ദുബൈ കണ്ടത് പുറമെ നടക്കുന്നവനെയാണെങ്കിൽ ഗോസ്പൽ 2002 കഴിയുമ്പോൾ കാണും. ആമേൻ. അകത്ത് ദൈവശക്തിയുമായി നടക്കുന്ന ഒരു തലമുറ ദൈവാത്മാവ് ഇതിന്റെ നടുവിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ ഈ രാത്രി പ്രാപിക്കട്ടെ. ഓ ജീസസ്, ജീസസ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവർ. ആമേൻ. എഫേസോസിലെ മെത്തഡോളജി ആയിരുന്നില്ല കൊരിന്തിൽ പൗലോസ് സ്വീകരിച്ചത്. ആമേൻ. ശമരിയയിലെ ആമേൻ സിസ്റ്റം ആയിരുന്നില്ല കൊരിന്തിൽ പൗലോസ് സ്വീകരിച്ചത്. ആമേൻ. പൗലോസിന് മനസ്സിലായി കൊരിന്തിലെ ആവശ്യം ആമേൻ ഉപവാസ പ്രാർത്ഥനയല്ല, കൊരിന്തിലെ ആവശ്യം പ്രസംഗമല്ല. ഈ കൊരിന്തിന്റെ നടുവിൽ ജീവിക്കാൻ പറ്റിയാൽ ഈ കൊരിന്തിനെ പൊളിക്കാൻ പറ്റും. ഓ ജലാൽ പാസ്റ്ററെ, പൗലോസ് ഒരു പുതിയ സംഭവം ചെയ്തു. ആമേൻ. വെളിപ്പാടുള്ളവർ ആമേൻ പറഞ്ഞോണം. ആമേൻ. പൗലോസ് ചെയ്തത് അവിടെ പോയി ടെന്റ് അടിച്ച് മീറ്റിംഗ് നടത്തുകയല്ല പൗലോസ് ചെയ്തത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേദപുസ്തകം പോലും കൊരിന്തിൽ പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആമേൻ. കൊരിന്തുകാർക്ക് ദാവീദ് എന്ന് പറഞ്ഞാലും ആമേൻ യേശു എന്ന് പറഞ്ഞാലും അറിയത്തില്ല, മിണ്ടുന്നില്ല. ആമേൻ. മലയാളിക്ക് അറിയാം, പക്ഷെ കൊരിന്തുകാർക്ക് അറിയത്തില്ല, മിണ്ടുന്നില്ല. നിന്റെ ചുറ്റുമുള്ള കൊരിന്തിനെ രാത്രി കാണാൻ നിനക്ക് പറ്റണം. ആമേൻ. ഹല്ലേലൂയ. അവിടേക്ക് നിനക്ക് ബൈബിളുമായി ചെല്ലാൻ പറ്റത്തില്ലെന്ന് പൗലോസിന് മനസ്സിലായി. അതുകൊണ്ട് പൗലോസ് എന്ത് ചെയ്തെന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ. അവൻ വേദപുസ്തകം മടക്കി വെച്ചു. വേദപുസ്തകം കൊരിന്തിൽ കൊണ്ടുപോയില്ല. ആമേൻ പറഞ്ഞില്ല. ആമേൻ. എന്നിട്ട് വെള്ളയുടുപ്പും കറുത്ത പാൻറ്റും മാറ്റി വെച്ചു. ആമേൻ. പകരം ഒരു ചെറിയ ഉളിയും ഒരു ചെറിയ ചുറ്റിയോലും എടുത്ത് ശമരിയിൽ കൂടാരപ്പണി തുടങ്ങി. ശമരിയിൽ എന്ത് തുടങ്ങി?
കൂടാരപ്പണി തുടങ്ങി. ശ്രദ്ധിച്ചേ, ആമേൻ. വെളിപ്പാടുള്ള ആൾക്കാർക്കായി സ്തോത്രം, ആമേൻ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പല എഴുത്തുകാരും അന്നുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, പൗലോസ് ഇപ്പം മിനിസ്ട്രിയിൽ ഇല്ല, ആമേൻ. ആ പുള്ളി ഇപ്പം മിനിസ്ട്രിയിൽ നിന്ന് വീണുപോയി, ആമേൻ. നിന്റെ മഞ്ഞ പിടിച്ച കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ദൈവം അവനെ സൂക്ഷിച്ചു നോക്കുകയാണ്, ആമേൻ. ദൈവം അവനെ സൂക്ഷിച്ചു നോക്കുകയാണ്, ആമേൻ. ഒരു അഴുക്ക് കൾച്ചറിന്റെ നടുവിൽ ഒരു ചെറിയ ചുറ്റിയലും ഒരു ചെറിയ ഉള്ളിയും എടുത്തുകൊണ്ട് പൗലോസ് ഇറങ്ങി നിൽക്കുക. ഞാൻ ചോദിച്ചു, പൗലോസ് എന്താ പ്ലാൻ? എന്താ പ്ലാൻ? പൗലോസ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ എന്ന് പറഞ്ഞാൽ കേറ്റത്തില്ല, ഒരു മേസ്ത്രി എന്ന് പറഞ്ഞാൽ കയറാൻ പറ്റും. മിണ്ടുന്നുണ്ടോ? മനസ്സിലാകുന്നെന്ന് തോന്നുന്നു, ആമേൻ. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ വീട് തുറന്നു തരത്തില്ല, പക്ഷെ ഒരു മേസ്ത്രി എന്ന് പറഞ്ഞാൽ വീട് തുറന്നു തരും, ആമേൻ. ആമേൻ. കൊരിന്തിലെ എല്ലാ മേസ്ത്രിമാരുടെയും പ്രത്യേകത, ആമേൻ, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. രാത്രി അഭിഷേകം വീഴാൻ പോകുക, ആമേൻ. കൊരിന്തിലെ എല്ലാ മേസ്ത്രിമാരുടെയും പ്രത്യേകത, 8 മണിക്ക് ജോലിയെങ്കിൽ 10 മണിക്ക് വരും, ആമേൻ. 10:30 ബീഡി വലിക്കും, 11 മണിക്ക് സിഗരറ്റ് വലിക്കും, ആമേൻ. 12 മണിക്ക് എന്തോ ചെയ്യും, ചോറണ്ണും, ആമേൻ. എല്ലാം നിർത്തിപ്പോകും, ആമേൻ. എന്നാൽ ഇവിടെ ഇതാ ഒരു ആശാരി, ആമേൻ. 6:30 വന്നിരിക്കുക, ആമേൻ. അവന് ബീഡിയും വലിക്കണ്ട, അവന് സിഗരറ്റ് വലിക്കണ്ട. എന്താ പൗലോസ് ഉദ്ദേശം? അയ്യോ, നിങ്ങളുടെ ഉദ്ദേശമല്ല എന്റെ ഉദ്ദേശം, ആമേൻ. ഈ കൂടാരം തീരുമ്പോൾ, ആമേൻ, ഈ വീട്ടുകാർ രക്ഷിക്കപ്പെട്ടിരിക്കും, ആമേൻ. Come on, come on. നിന്റെ ജോലി ഉപേക്ഷിച്ച് നീ പോകുന്നതിന് മുമ്പേ, ആമേൻ, നിന്റെ സ്കൂൾ വിദ്യാഭ്യാസം തീരുന്നതിന് മുമ്പേ, come on, come on. നിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ, നിന്റെ വിമാനയാത്ര തീരുന്നതിന് മുമ്പേ, ഈ രാത്രി ചിലർ അവന്റെ അഭിഷേകം ഇന്ന് രാത്രി വീണുകൊണ്ടിരിക്കുന്നത്, അവന്റെ ദൈവശക്തിയെ ചിലതിന് മേൽ വീണുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രി പ്രാപിക്ക്, ഈ രാത്രി ദൈവത്തിന് നിന്നെ വേണം. Come on, come on. എത്ര പേർക്ക് വെളിപ്പാട് പിടികിട്ടി? Come on. ഒരു പാസ്റ്റർ നിലയിൽ എനിക്ക് ചേർന്ന് ചെല്ലാൻ പറ്റാത്തടത്ത്, ആസ് എ ബിസിനസ്മാൻ യു ക്യാൻ എൻ്റർ. ആമേൻ. ഒരു പാസ്റ്റർ നിലയിൽ എനിക്ക് കയറി പോകാൻ പറ്റാത്തടത്ത്, ആസ് എ സ്റ്റുഡന്റ് യു ക്യാൻ എൻ്റർ. ആർ യു റെഡി? ഒരാർമി ഇവിടെ തയ്യാറെടുക്കു തുടങ്ങി, ആമേൻ. ഒരു ആർമി ഇവിടെ എഴുന്നേറ്റ് തുടങ്ങി, ആമേൻ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ലൂലൂൽ ആളെ വേണം, ആമേൻ. ആമേൻ. മിണ്ടുന്നില്ല, ഞങ്ങൾക്ക് കാരിഫോറിൽ ആളെ വേണം, ആമേൻ. ഞങ്ങൾക്ക് IT ഫീൽഡിൽ ആളെ വേണം, മിണ്ടുന്നില്ല, ആമേൻ. ഞങ്ങൾക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല അഭിഷക്തന്, പക്ഷെ നിന്റെ ജോലിയിൽ നിന്നെ അവിടെ ആക്കിയിരിക്കുന്നത് ആ പട്ടണത്തിൽ ദൈവരാജ്യത്തെ സ്ഥാപിക്കാനാണ്, ആമേൻ. ആ ബിസിനസ്സിൽ ദൈവരാജ്യത്തെ സ്ഥാപിക്കാനാണ്. ഇന്ന് രാത്രി വിശ്വസിക്ക്, ഒരു പാസ്റ്ററായ എനിക്കും, ആമേൻ, ആമേൻ, ജയലാൽ പാസ്റ്റർക്കും, ആമേൻ, ആമേൻ, ജോസ്റ്റാനും ഒന്നും കയറി ചെല്ലാൻ പറ്റാത്ത, ആമേൻ, ഹോസ്പിറ്റലിന്റെ ICUവിനകത്ത് ഒരു നേഴ്സായ നിനക്ക് കയറി ചെല്ലാൻ പറ്റും, ആമേൻ. ഞങ്ങൾക്ക് കൈവെക്കാൻ പറ്റത്തില്ല, പക്ഷെ നിന്റെ ഡ്യൂട്ടി തീരുന്നതിന് മുമ്പേ അവന്റെ തോളിലെങ്കിലും കൈവച്ച് യേശു എന്ന് പറയാ. തൊടുക ഇന്ന് രാത്രി. അതിന്റെ അഭിഷേകം ചിലതിന്റെ മേൽ വീഴുകയാണ്. ഈ രാത്രി കാണാൻ നിൽക്കരുത്. ഇതൊരു സാധാരണ രാത്രിയല്ല, ഇതെന്തോ ദൈവാത്മാവിന്റെ പകർച്ചകൾ യേശുവിൻ നാമത്തിൽ ഇതിന്റെ നടുവിൽ നടക്കുന്ന രാത്രി. വിശ്വസിക്കുന്ന ദൈവജനം ഈ രാത്രി പ്രാപിക്കട്ടെ. Praise the Lord. ഒരു പാസ്റ്റർ ജയലാലും ഒരു പാസ്റ്റർ ഏലിയാസും പിടിച്ചാൽ ദുബൈയിലൊന്നും നടക്കത്തില്ല. ദുബൈയെ പിടിക്കാൻ പാസ്റ്റേഴ്സിനെ മാത്രമല്ല വേണ്ട, ദുബൈയെ പിടിക്കാൻ ഞങ്ങൾക്ക് നേഴ്സുമാരെ വേണം, ഞങ്ങൾക്ക് സെയിൽസ്മാനെ വേണം, മിണ്ടുന്നില്ല. കോളേജുകളെ പിടിക്കാൻ ഞങ്ങൾക്ക് സ്റ്റുഡൻസിനെ വേണം. ആമേൻ. ഈ രാത്രി ദൈവാത്മ പറയുന്നു, സുവിശേഷം പറയാനുള്ള നിന്റെ ഷൈ ഈ രാത്രി ദൈവാത്മ പൊളിക്കാൻ പോവാ. പ്രാപിക്കുക. ഇന്ന് രാത്രി അഭിഷേകം നിന്റെ മേൽ വീഴുക. പ്രാപിക്കുക പ്രിയപ്പെട്ടവനെ. ഈ രാത്രി വിശ്വസിക്കുന്നവർ പ്രാപിക്കുക. കരങ്ങളെ ചേർത്ത് തട്ടി അല്പസമയം ആത്മാവിൽ ആരാധിക്കാൻ പറ്റുമോ? ഈ രാത്രി ദൈവം ചിലതിനെ തൊടുകയാണ്. Come on. പ്രാപിച്ചേ.
പ്രാപിച്ച പ്രിയരെ, നിന്റെ ഓഫീസിൽ ഇന്ന് വരെ നീ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ രാവിലെ മുതൽ അവർ അറിയാൻ പോകുന്നു നീ ഒരു ക്രിസ്ത്യാനിയാണെന്നാമേ. നിന്റെ കോളേജിൽ ഇന്ന് വരെ നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ രാവിലെ മുതൽ നിന്റെ അധ്യാപകൻ അറിയാൻ പോകുന്നു നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന്. രാത്രി ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമെടുക്കണം. ഞാൻ മനസ്സിലാക്കുന്നു കർത്താവ് എന്തോ ഇതിനകത്ത് ചെയ്യുന്നത്. അമ്മേ, ഞങ്ങൾക്ക് വേണം ആളുകളെ. ആ കോഴ്സ് തീരുന്നതിന് മുമ്പ്, പൗലോസിന്റെ കൂടാരം തീരുന്നതിന് മുമ്പ്, ആ വീട്ടുകാർ സുവിശേഷം അറിയാൻ തുടങ്ങി. ലൈഫാണ് ഏറ്റവും വലിയ ശക്തിയേറിയ ഗോസ്പൽ. ആമേൻ. മിണ്ടുന്നില്ല. നിന്റെ പ്രസംഗത്തെക്കാൾ ശക്തിയാണ് നിന്റെ ജീവിതത്തിന്. മിണ്ടുന്നില്ല. അമ്മേ, എത്ര പേര് രാത്രി ആമേൻ പറയാൻ പറ്റുന്നത് എനിക്കറിയത്തില്ല. അമ്മേ, ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. കൊരിന്തിന്റെ അടുത്തൊരു പ്രത്യേകത, കൊരിന്തിൽ എല്ലാവർക്കും 4-5 ഭാര്യമാരുടെ ബഹുഭാര്യത്വം ഒരു കൾച്ചറായിരുന്നു കൊരിന്തിൽ. അങ്ങനെ പൗലോസ് പോകുമ്പോൾ ഇതാ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഭാര്യയും ഒരു ഭർത്താവും നിൽക്കുന്നു, അക്കില്ലാവും പ്രിസ്കില്ലയും. പൗലോസിന് മനസ്സിലായി ഇത് വെളിപ്പാടുള്ള കുടുംബമാണ്. പൗലോസ് അവിടെ താമസം തുടങ്ങി. ഒരു 3 പേർ അഴുക്ക് കൾച്ചറിന്റെ നടുവിൽ അഴുക്ക് തൊടാതെ നിൽക്കാൻ തുടങ്ങി. മനസ്സിലാകുന്നെന്ന് തോന്നുന്നു. ആമേൻ. എന്നിട്ടും അവർ പ്രാർത്ഥിച്ചു നോക്കിയില്ല. ഇത് ഭയങ്കര സ്ട്രോങ് ആണ്. ആമേൻ. വചനം പറയുന്നു, അവർ തീമോത്തിയോസിനെ ആളയപ്പിച്ചു വരുത്തിച്ചു, ശീലാസിനെ വരുത്തിച്ചു. ആമേൻ. ഒരു 5 പേരുടെ ടീം കൊരിന്തിന്റെ അഴുക്ക് കൾച്ചറിൽ അഴുക്ക് തൊടാതെ നിൽക്കാൻ തുടങ്ങി. ആമേൻ. ഈ രാത്രി ജീവിക്കുന്ന ആരോ ഈ പട്ടണത്തിൽ നിൽപ്പുണ്ട്. ആമേൻ. ആമേൻ. ഏതൊക്കെയോ അഴുക്കുകൾക്ക് നടുവിൽ ജീവിക്കുന്ന ആരോ പട്ടണത്തിൽ നിൽപ്പുണ്ട്. ഈ രാത്രി ദൈവാത്മ പറയുന്നു, നിന്നെ ദൈവാത്മാവ് വളരെ വേണ്ടപ്പെട്ടതാണ്. ആമേൻ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒരു 5 പേരുടെ ടീം 3.5 കൊല്ലം, ശ്രദ്ധിച്ചു കേൾക്കുക, ഈ പട്ടണത്തിന്റെ താക്കോൽ ദൈവാത്മാവ് ചിലതിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുകയാണ്. ആമേൻ. ഒരു 5 പേരുടെ ടീം ഒരു 3.5 കൊല്ലം ആമേൻ കൊരിന്തിന്റെ അഴുക്കൊന്നും തൊടാതെ, കൊരിന്തിന്റെ വ്യഭിചാരം തൊടാതെ, കൊരിന്തിന്റെ ദുർനടപ്പ് തൊടാതെ, കൊരിന്തിന്റെ അഴുക്ക് തൊടാതെ, ആമേൻ, ദുബൈയുടെ അഴുക്ക് തൊടാതെ വർഷങ്ങളായി ജീവിക്കുന്ന ചിലർ ഇന്ന് രാത്രി ഇതിന്റെ നടുവിലും ഇരിപ്പുണ്ട്. ആമേൻ. മാലിന്യം തൊടാതെ ചിലർ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. ആമേൻ. പരിശുദ്ധമ മനസ്സിലായി, ഇവനെ കൊണ്ടാണ് പട്ടണം പിടിക്കാൻ പറ്റുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക, 5 പേരുടെ ജീവിതം കൊരിന്തുകാർ നോക്കി. ഇത് തിമോത്തിയോസ് എന്ന ചെറുപ്പക്കാരന് അവന് ദുർനടപ്പില്ല, പൗലോസ് എന്ന ഭാര്യയില്ലാത്തവന് ദുർനടപ്പില്ല. ആളുകൾ ചോദിച്ചു, എന്താ പൗലോസ് നിങ്ങളുടെ വ്യത്യാസം? കമാൻ, നിന്റെ ഓഫീസിലെ ആളുകൾ ചോദിക്കട്ടെ, എന്താ സിസ്റ്റർ നിനക്കൊരു വ്യത്യാസമുള്ളത്? നിന്റെ ജോലി സ്ഥലത്തെ ആളുകൾ ചോദിക്കട്ടെ, ബ്രദർ, എന്താ നിനക്കൊരു വ്യത്യാസമുള്ളതെന്ന്. ആമേൻ. അപ്പോൾ നിനക്ക് തുടങ്ങാം സുവിശേഷം. ആമേൻ. അപ്പോൾ നിനക്ക് വായ് തുറന്ന് തുടങ്ങാം സുവിശേഷം. അവൻ പറയാൻ തുടങ്ങി, യേശു ക്രിസ്തു. ആമേൻ. അതാ ഞങ്ങളുടെ വ്യത്യാസം. കമാൻ. ഈ രാത്രി എത്ര പേർക്ക് ഈ രാത്രി ഈ ദൂതൻ ആമേൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കമാൻ ബ്രദേഴ്സ്, നിങ്ങളുടെ മേൽ അനോയിന്റിങ്ങിനെ ദൈവാത്മാവ് ഈ രാത്രി ഇടുന്നുണ്ട്. തൊടുന്നു. കമാൻ. ദൈവാത്മാവ് ചിലരെ തൊടുന്നുണ്ട്. ആ റോയിൽ ദൈവാത്മാവിന് പകർച്ച രാത്രി അയക്കുന്നു. ആമേൻ. ചിലരുടെ വ്യത്യാസം ചിലർക്ക് മനസ്സിലായി. നിന്റെ ബോസിന് മനസ്സിലായി, നിന്റെ ടീച്ചർക്ക് മനസ്സിലായി, നിന്റെ കൊളീഗ്സിന് മനസ്സിലായി. നീ ആമേൻ പുറമേ മാത്രമല്ല, നിന്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്. കമാൻ. 3.5 വർഷം ജീവിച്ചിട്ട് പാസ്റ്റർ ജോസ് 3 മാസം പ്രസംഗിച്ചു. എന്തായിരുന്നു പ്രസംഗം? ദുർനടപ്പുകാരൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ല, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല. മിണ്ടുന്നില്ല. ആമേൻ. ആർ യു റെഡി? പ്രിയപ്പെട്ടവർ, എൻ്റെ മനസ്സിനകത്തുള്ള കൊതി ഈ യോഗം കഴിയുമ്പോൾ ഇവിടുത്തെ കൾച്ചറുകളെ ജയിക്കാൻ. ആമേൻ. ഒരു തലമുറ ഇന്ന് രാത്രി ഇവിടെ വേണം. ആമേൻ. ഇനി നിന്നെ തോറ്റവരുടെ ലിസ്റ്റിലല്ല ദൈവാത്മാവ് കാണേണ്ടത്. ഇനി പിടിച്ചടക്കുന്ന, ദൈവരാജ്യത്തെ പിടിച്ചടക്കുന്ന ബലാത്കാരികളുടെ ലിസ്റ്റിൽ നിന്റെ പേരും എഴുതി ചേർക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ആമേൻ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കുക, ദൂതന്റെ ഗൗരവത്തിലേക്ക് വരട്ടെ. അടുത്ത 3 മാസങ്ങൾ കൊണ്ട് ആ കൊരിന്തിന്റെ കൾച്ചറിനെ 5 പേർ പൊളിച്ചു. ആമേൻ. ജീവിക്കുന്ന ഒരെണ്ണത്തെ കിട്ടിയാൽ മതി. മിണ്ടുന്നില്ല. തൊടുക, എനിക്കറിയാം. ജീവിക്കുന്ന ഒരെണ്ണത്തെ കിട്ടിയാൽ മതി. ഒറ്റ ഒരെണ്ണത്തെ. ആ ഹോസ്പിറ്റലിൽ എനിക്ക് ഒരൊറ്റ നേഴ്സിനെ മതി. ദൈവം പറയുന്നു, ആ കമ്പനിയിൽ എനിക്ക് ഒരൊറ്റ അഭിഷക്തനെ മതി. ഞാൻ ആ കമ്പനിയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. ആമേ. ആ കോളേജിൽ എനിക്ക്, ആമേ സിസ്റ്റർ, ദൈവം നിന്നെ തൊടുന്നു. ആമേ. ആ കോളേജിൽ എനിക്ക് ഒരൊറ്റയാൾ മതി. ആമേ. ദൈവം നിന്നെ ആമേൻ ഏൽപ്പിക്കാൻ പോകുന്നു. ആമേ.
ഇല്ല പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആമേൻ പറയാൻ പറ്റത്തില്ല. ഇതിനാമേൻ പറയണം. നിന്റെ അകത്ത് ജീവിക്കുവാൻ കൊതിക്കുന്ന ഒരു ക്രിസ്ത്യാനി കാരണം ആമേ, അവനെ ഇന്ന് രാത്രി ഈ ദൂതനാമേൻ പറയാൻ പറ്റുന്നത്. ഹല്ലേലൂയ. അവരുടെ മേലെ ഈ രാത്രി പകർച്ചകൾ വെളിപ്പെട്ട് തുടങ്ങുന്നത്. ഈ രാത്രി എത്ര പേർക്ക് ഇതിനെ പ്രാപിക്കാൻ മനസ്സുണ്ട്? അവരൊന്ന് വായ്കൾ തുറന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവരൊന്ന് അല്പസമയം കരങ്ങളെ ഒന്ന് തട്ടി പ്രാർത്ഥിച്ച് ദൈവത്തോട് പറ, കർത്താവേ എന്നെ ഏൽപ്പിക്ക്, എന്നെ നിർത്ത്. ഓ ഓ ഓ ആമേൻ 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 ആമേൻ. ഓ തൊടുക തൊടുക, ഈ രാത്രി ദൈവം ചിലതിനെ തൊടുക. ജീസസ്, നിന്നെ ആ ക്യാമ്പിനകത്ത് നിന്നെ എനിക്ക് വേണം. ആമേൻ. യേശു പറയുന്നു, സഹോദര, ക്യാമ്പിനകത്ത് നിന്നെ എനിക്ക് വേണം. ആമേൻ. അടുത്ത ട്രാൻസ്ഫർ നടക്കുന്നതിന് മുമ്പ് ആ ക്യാമ്പിനകത്ത് ദൈവരാജ്യത്തെ സ്ഥാപിക്കാൻ നിന്റെ ജീവിതം എനിക്ക് ക്യാമ്പിന്റെ അകത്ത് വേണം. ആമേൻ. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. ഓ 3.5 വർഷം കൊണ്ട് കൊരിന്തിന്റെ കൾച്ചറുകളെ സഭ പൊളിച്ചു. പൗലോസ് അവിടെ നിന്ന് പോകുമ്പോൾ ഇപ്പൊ കൊരിന്തിൽ ഒരു സഭയുണ്ട്. ആ സഭയുടെ പ്രത്യേകത, എല്ലാവരും രക്ഷിക്കപ്പെട്ടു, എല്ലാവരും അഭിഷേകം പ്രാപിച്ചു. ഇന്ന് കൊരിന്തിന്റെ അഴുക്കല്ല സഭയെ ഭരിക്കുന്നത്. ഇന്ന് ഒരുത്തനകത്ത് കയറിയാൽ കൊരിന്തിലെ വിശ്വാസി അവനെ വിവേചിക്കും. മിണ്ടുന്നില്ല. ആമേൻ. ഇന്ന് ഒരുത്തൻ വന്നാൽ കൊരിന്തിലെ വിശ്വാസിക്ക് ഒരൊറ്റ നോട്ടത്തിൽ ഇവനെ അറിയാം. ഓ പ്രൈസ് ദി ലോർഡ്. ഈ പട്ടണത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു വളർന്നു വരുന്നു. ആമേൻ. ചേർന്ന കർത്താവിന്റെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമ്മുടെ കുറിവാക്യം മറക്കരുത്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നിലനിൽക്കുള്ളത് കൊണ്ട് നാം ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും ഉരിഞ്ഞു കളഞ്ഞ്. പൗലോസ് അവരെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. ആമേൻ. ഓ ആദ്യത്തെ കുറച്ച് നാളുകൾ ഒരു പ്രശ്നമില്ലാതെ പോയി, ഒരു പ്രശ്നവുമില്ലാതെ പോയി. എന്നാൽ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ, ശ്രദ്ധിച്ചേ മോനെ, ഒന്നേടാ പറയട്ടെ, ഓടിയോ ഓടിയോ സ്വത്രം. ഹല്ലേലൂയ. ആമേൻ. എന്നോട് ദൂത് പറയട്ടെ, ഓടിവാ. ധൈര്യമായിട്ട് നിൽക്കുക, 5 മിനിറ്റ് കൂടെ നിൽക്കുക. ആമേൻ. 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ, ആരംഭത്തിലെ നല്ല നാളുകൾ, ആരംഭത്തിലെ നല്ല ദിവസങ്ങൾ, 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് അതൊരു പ്രശ്നമുണ്ടായി. അവർ എന്ത് കൾച്ചർ ഉപേക്ഷിച്ചോ ആ കൾച്ചർ പതിയെ ഒരട്ട പിടിച്ചു കയറുന്നത് പോലെ സഭയ്ക്കകത്തോട്ട് കയറി. ആമേൻ. മിണ്ടുന്നില്ല, മിണ്ടുന്നില്ല. കൊരിന്തിൽ വ്യഭിചാരം പാപമില്ലായിരുന്നു ജലാൽ പാസ്റ്ററെ. ഇപ്പം കൊരിന്ത് സഭയിൽ അപ്പൻ്റെ ഭാര്യ ഒരുത്തൻ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. അമ്മ വരണ്ട. കർത്താവിൻ്റെ ഒരു തലമുറയെ വേണം. കൊരിന്തിൻ്റെ ഒരു പ്രശ്നം, ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാനതിനെ അവനെ വിളിച്ചത് എനിക്കറിയാവുന്നൊരു സഹോദരൻ. അമ്മേ ഹല്ലേലൂയ. കൊരിന്തിൻ്റെ പ്രശ്നം, മലയാളത്തിൻ്റെ പ്രശ്നം. ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എല്ലാ 5 വർഷം കൂടുമ്പോൾ ഞങ്ങൾ വിളിക്കുമായിരുന്നു ഉമ്മൻചാണ്ടി കീ ജയ്, അച്യുതാനന്ദൻ കീ ജയ്. ഞങ്ങൾ പല പാർട്ടികളായിരുന്നു. പതിയെ ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പാർട്ടി സഭയ്ക്കകത്ത് തുടങ്ങി. പൗലോസ് നോക്കുമ്പോൾ അപ്പല്ലോസിൻ്റെ പക്ഷം, പൗലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം. ചങ്ക് പൊടിയുക അവൻ്റെ. IPC, AG, ഷാരോൺ, ഹെവൻലി ഫീസ്റ്റ്, അതിനകത്ത് തന്നെ പല ഗ്രൂപ്പ്. എൻ്റെ കൂടെ 50 പേരുണ്ടെങ്കിൽ ഞാൻ അവരെ ചേർത്ത് നിർത്തും. പക്ഷെ നേടിയവൻ്റെ ചങ്ക് പൊടിഞ്ഞുപോയി, നേടിയവൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. അവൻ കൊരിന്ത് സഭയിൽ കയറി എലിയാസ് പാസ്റ്റർ ഒരു ചോദ്യം ചോദിച്ചു. അപ്പല്ലോസ് ആർ, പൗലോസ് ആർ, കേഫാവ് ആർ, തങ്കു ബ്രദർ ആര്, റൈസൻ തോമസ് ആര്, പാസ്റ്റർ ഏലിയാസ് ആര്? ആമേൻ. പിണങ്ങരുത്. ആമേൻ. ഇവരാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മരിച്ചോ? ക്രിസ്തുവിന്റെ ശരീരം വർഗത്തിന്റെയും നിറത്തിന്റെയും പണത്തിന്റെയും പേരിൽ മുറിക്കപ്പെടുകയാണോ? ഓ come on. നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഒരുത്തൻ, അവന്റെ പേര് യേശു. come on. ഈ രാത്രി അവന് നന്ദി പറ. ബോലോ പ്രഭു യേശു മസീഹി. അവൻ ഈ രാത്രി നന്ദി പറ. അവനെ ഈ രാത്രി ഉയർത്തേണ്ടത്. ഞാൻ ദുബൈയിൽ എനിക്കൊരു തലമുറയെ വേണം. ആമേൻ. ഇല്ല, ദുബൈയുടെ ഇന്ന് വരെയുള്ള കൾച്ചർ പണമുള്ളവൻ സഭയെ ഭരിക്കും. നോ, അഭിഷേകമുള്ളവൻ ഭരിക്കും. കൃപയുള്ളവൻ സ്തോത്രം പറ. Anointed one.
ആമേൻ. നാടോടുമ്പോൾ നടുവേ ഓടുന്നതല്ല ദൈവസഭ. നാടെങ്ങനെ ഓടിയാലും ദൈവസഭയ്ക്ക് ഓടാൻ വചനമുണ്ട്. വചനത്തിൽ ഓടട്ടെ. ബ്രദറെ, നിനക്ക് എനിക്കൊരു സ്നേഹവും ജനനക്കും പറ്റും. പക്ഷെ ഞാൻ തിരിച്ചു തരണമെങ്കിൽ നിനക്ക് സ്റ്റാറ്റസ് വേണം. നിനക്ക് സ്റ്റാറ്റസ് വേണം. അതാടാ ഈ കൊരിന്തിന്റെ കൾച്ചർ. ഇതിനെ പൊളിക്കാനാ ഗോസ്പൽ. ഈ സെന്റ് തോമസിന്റെ സുവിശേഷം ഇതാ. ആമേൻ പറയാൻ പറ്റുന്നവർക്ക് ആമേൻ പറഞ്ഞാൽ മതി. ആമേൻ, ആമേൻ. ഒരുപക്ഷെ ഞാൻ ഇവിടുത്തെ വലിയ മുതലാളിയായിരിക്കാം. ആമേൻ. നീ എൻ്റെ ഓഫീസിലെ തൊഴിലാളിയായിരിക്കാം. ആമേൻ. മുതലാളിയും തൊഴിലാളിയും ഓഫീസിൽ. ആമേൻ. സഭയ്ക്കകത്ത് ഞാനും നീയും ഒറ്റ ശരീരത്തിന്റെ ഭാഗങ്ങൾ. ആമേൻ, ആമേൻ പറയാൻ പറ്റുന്നവർക്കായി സ്തോത്രം. കമാൻ, ഈ രാത്രി കരങ്ങളെ ഒന്ന് തട്ടി ഈ ദൂതനെ ഒന്ന് സ്വീകരിച്ച് കാണട്ടെ. ദുബൈയുടെ പിശാച് ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നത് കാണട്ടെ. ദുബൈയുടെ അന്ധകാരങ്ങൾ ഒരു സഭ. ഓ മാൻ, എനിക്കറിയാം ഇന്ന് രാത്രി എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ജീവിക്കുന്ന ആരൊക്കെ ഇന്ന് രാത്രി പ്രാപിക്കുന്നുണ്ട്. ആമേൻ. ജീവിക്കുന്ന ആരൊക്കെ ഇന്ന് രാത്രി എന്തൊക്കെയോ നേടുന്നുണ്ട്. ഇന്ന് രാത്രി അഭിഷേകമുള്ള നിനക്ക് പണമില്ലായിരിക്കാം. ആമേ, എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ആമേ, അച്ചാച്ചന്റെ പണത്തിന്റെ മീതയാണ് നിന്റെ അഭിഷേകം. ആമേ, ഇന്ന് രാത്രി മനസ്സിലാകുന്നവൻ സ്തോത്രം പറയാമേ. ഇന്ന് രാത്രി നിന്നെ എനിക്ക് വേണം. ഈ പട്ടണത്തിന്റെ കൾച്ചറുകളെ പൊളിക്കാൻ. സാർ മരിച്ചില്ല നമുക്ക് വേണ്ടി, കോശി സാർ മരിച്ചില്ല നമുക്ക് വേണ്ടി. നമ്മൾ അവരുടെ ഗ്രൂപ്പ് അല്ല. അമ്മ വന്നില്ലല്ലോ, എന്ത് പറ്റി? ഓ, തൊടുന്നുണ്ടെന്ന് രാത്രി ചിലതിനെ ഭയങ്കരമായിട്ട് ദൈവം പൊളിക്കുക. അമ്മേ, പൗലോസിന്റെ ആകം പൊട്ടിപ്പോയി. ദൈവസ്ഥാനെ ആകം പൊട്ടിപ്പോയി. അവന്റെ വന്നപ്പോ 4 തട്ട. അമ്മേ, പണമുള്ളവന്റെ ഗ്രൂപ്പ് കസേര വേറെ, പാവപ്പെട്ടവന്റെ കസേര വേറെ. അമ്മേ, പണമുള്ളവന് കുടിക്കാൻ പ്രത്യേകം ഗ്ലാസ്, പാവപ്പെട്ടവന് കുടിക്കാൻ പ്രത്യേകം ഗ്ലാസ്. നോ, ഇതൊന്നും ദൈവരാജ്യത്തിന്റെ കൾച്ചറല്ല. അതൊക്കെ നിന്റെ വീട്ടിലെ കൾച്ചറാ. ആമേ, ആമേൻ, ആമേൻ. ഇന്ത്യൻ കൾച്ചറാ നിന്റെ അകത്ത് കയറിയിരിക്കുന്നത്. ആമേ, ആമേൻ, ആമേൻ. ക്ഷത്രിയൻ, വൈശ്യൻ, ആമേൻ, ശൂദ്രൻ, അങ്ങനെ കുറെ തട്ടുകൾ ഉണ്ടാക്കി. ആമേ, ആമേൻ, ഹല്ലേലൂയ. ആ കഞ്ഞി പരിപാടി ഇവിടെ വേണ്ട. ആമേ, എന്നെയും നിന്നെ രക്ഷിച്ചത് ഒറ്റ രക്തമാ. ആമേ, ഞാനും നീയും സേവിക്കുന്ന ഒറ്റ യേശുവിനെയാ. ഞാനും നീ അവന്റെ മക്കളോ. ഓ ഓ മദ്യഷാപ്പി ക്യൂ നിൽക്കുന്ന അച്ഛനായിരുന്നു ഈ പുള്ളി. കൊരിന്തിൽ നേരത്തെ മദ്യഷാപ്പി ക്യൂ നിൽക്കുന്ന ആളായിരുന്നു. സഭയ്ക്കകത്ത് വന്ന് രക്ഷിക്കപ്പെട്ടു. പക്ഷേ കർത്തൃമേശയുടെ വീഞ്ഞിന്റെ ആ കളർ കാണുമ്പോൾ അച്ഛൻ്റെ അകത്തൊരു കെട്ടുണ്ട്. ആ പൊട്ടട്ടെ, ആ കളർ കാണുമ്പോൾ അച്ഛൻ്റെ അകത്ത്. കണ്ടിട്ടില്ലേ മോനെ, ബിവറായി ഷാപ്പിന്റെ ക്യൂ നിൽക്കുന്നവർ എന്നോട് പിണങ്ങല്ലാരും. ആമേൻ. അധികം വന്ന് വീഞ്ഞ് കുടിക്കാൻ ക്യൂ നിൽക്കുന്ന ഒരു തലമുറ. കുടിക്കുന്നത് തെറ്റല്ല, പക്ഷെ നീ ആദ്യം തൊട്ട അതേ ഭക്തിയോടെ വേണം ഇപ്പോഴും അതിനകത്ത് തൊടാൻ. അമ്മേ, മിണ്ടുന്നില്ല. എന്ത് പറ്റിയ എല്ലാവർക്കും? അമ്മേ, ഞാൻ കണ്ടിട്ടുണ്ട് ചില പ്രാവശ്യം, കണ്ടും മടുത്തിട്ടുണ്ട് അതൊക്കെ. അമ്മേ, ഹല്ലേലൂയ. ഇതിനൊക്കെ പൊളിക്കാൻ ഒരു തലമുറ വേണം. അമ്മേ, ഹല്ലേലൂയ. അവനൊന്നും യാതൊരു പേടിയുമില്ല. ആമേൻ. നാട്ടിലെ ആമേൻ പൊങ്കാലപ്രഥമൻ അടിക്കുന്ന പോലെ. ആമേൻ, ആമേൻ, ആമേൻ. വേളാങ്കണ്ണി പള്ളിയിലെ ആമേൻ ആ സാധനം തിന്നുന്ന പോലെ കർത്തൃമേശയെ തുടരുന്നു നീ. ആമേൻ. അവിടെ വെളിപ്പാട് പ്രാപിച്ചിട്ട് പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാ, ഹല്ലേലൂയ, അവനെ കാണിച്ചു കൊടുത്ത രാത്രി അവനപ്പം കൈകളെടുത്ത് സ്തോത്രം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെടുന്ന എന്റെ ശരീരം. ഇതിനകത്തോട്ട് തൊടുമ്പം അച്ഛാ ഒരു ചിറ പേടിയൊക്കെ വേണം. മിണ്ടുന്നില്ല. എന്ത് പറ്റി? ഇത് പൊളിയണം അച്ഛാ. ദുബൈയിൽ എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇത് പൊളിയണം. ആമേൻ. എത്ര പേര് രാത്രി ആമേൻ പറയാൻ തയ്യാറാ? ആമേൻ. കൃപയുള്ളവൻ 2 സ്തോത്രമൊക്കെ പറ. ആമേൻ. എന്നാലേ എനിക്ക് ഈ ദൂതിച്ചിവിടെ കട്ടിക്ക് പറയാൻ ഒക്കത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശക്തിയോടെ സ്തോത്രമൊക്കെ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. പതിയെ 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 പൗലോസിന് മനസ്സിലായി ഈ കൾച്ചർ എല്ലാം കൂടെ അകത്തോട്ട് കയറി. അമ്മേ, പണ്ട് എന്താണെന്ന് പറഞ്ഞാൽ കോളേജിലായിരുന്നു ലൈനടി, ഇപ്പം കൊയറിലാന്നേ ഉള്ളൂ. വ്യത്യാസമൊന്നുമില്ല. ഇപ്പം പണ്ട് കോളേജിലായിരുന്നു, ഇപ്പം
ആ എന്താ അത്ര പാട് സ്വത്രം പറയാൻ? എടാ ഇതിനൊരു കൾച്ചർ ഉണ്ട് ദൈവരാജ്യത്തിന്. നിനക്ക് തോന്നിയ പോലെ നടക്കാനല്ല എന്റെ കാൽവറയിൽ എന്റെ അപ്പൻ തന്നെ പുത്രന്റെ ചോര കൊടുത്തത്. ഇന്ന് രാത്രി അതിന്റെ രീതിക്ക് നടക്കാനാ. ഇതൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എലിയാസ് പാസ്റ്ററെ, ജലാൽ പാസ്റ്ററെ പതിയെ എല്ലാവരും ഒഴിവാക്കാൻ തുടങ്ങി. ഒഴിവാക്ക്, നമുക്കെന്ത് വേണം? ആമേൻ. നമുക്ക് കേൾക്കേണ്ട ആൾക്കാർ എവിടെയൊക്കെ കിടപ്പുണ്ട്. ആമേൻ. അവരെ നമ്മൾ എഴുന്നേൽപ്പിക്കും കർത്താവിന്റെ കൃപയാൽ. ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഓ, പൗലോസിന്റെ മനസ്സങ്ങോട്ട് ഭയങ്കര മുറിവായി, ഭയങ്കര സങ്കടമായി. അവൻ പറഞ്ഞു, ഒരു ഭയങ്കര വാഗ്ദത്തം നിന്നെ കാത്തിരിക്കുന്നു പ്രിയമുള്ളവനെ. ഒരു ഭയങ്കര വാഗ്ദത്തം നിന്നെ കാത്തിരിക്കുന്നു. ആ വാഗ്ദത്തം പിടിക്കാൻ നീ ഈ പോക്ക് പോയാൽ ഒക്കത്തില്ല. നിന്റെ ഇന്നത്തെ പോക്ക് പോയാൽ ആ വാഗ്ദത്തം നിനക്ക് പിടിക്കാൻ ഒക്കത്തില്ല. അത് പിടിക്കണമെങ്കിൽ നിന്റെ ആത്മാവിലെ കളങ്കങ്ങൾ, നിന്റെ അകത്തെ മാലിന്യങ്ങൾ അവസാനം വരെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു ദൈവ ഭയത്തിനകത്ത് നിന്ന് വിശുദ്ധിയെ സൂക്ഷിച്ച ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഈ രാത്രി നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റും. മിണ്ടുന്നില്ല. ഈ രാത്രി സ്നാനപ്പെട്ടവനെ, ഈ രാത്രി യോഗത്തിന് വന്നവനെ, നീ യോഗത്തിന് വന്ന കാരണത്താൽ സ്വർഗത്തിൽ പോകത്തില്ല. നീ സ്നാനപ്പെട്ട കാരണത്താൽ സ്വർഗത്തിൽ പോകത്തില്ല. ഇതിന് വേറെ പ്രമാണമുണ്ട്. വായിക്കാം, എന്താ വാഗ്ദത്തം എന്ന് വായിച്ച് കേൾപ്പിക്കാം. വായിരച്ച 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ച 6-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ കിടപ്പുണ്ട്. എന്തു വാഗ്ദത്തത്തിനു വേണ്ടിയാണ് നീ പ്രാപിക്കേണ്ടത്? വായിച്ചേ 14-ാം വാക്യം, 6-14 മുതൽ. നിങ്ങൾ അവിശ്വാസികളോട് ഇത് കൊരിന്ത്യയിലെ വിശ്വാസിയാണ്. ഇതാരെന്നറിയാവോ? കൊരിന്ത്യയിലെ പൗലോസ്. ഇത് കൊരിന്ത്യയിലെ ഞാൻ സ്ഥാനപ്പെടുത്തിയ ഒരാൾ. ആമേ. ഒത്തിരി ഗുരുക്കന്മാർ നിൽക്കൊണ്ടെങ്കിലും ഞാനല്ലോ ക്രിസ്തുവിൽ നിന്നെ ജനിപ്പിച്ചത് എന്ന് പറയത്തക്കവണ്ണം നീയും ഞാനോട്ടുള്ള ബന്ധമുള്ള നിന്നോടാ പറയുന്നേ. ആമേ. മോനെ, കുട്ടാ, ചക്കരെ, നീ അവിശ്വാസിയോടെ ഇണയിലെപ്പണ കൂടല്ലേടാ. വൈര് നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. നീ ആവശ്യം എല്ലായിടത്തും കൈ കൊടുക്കല്ലേടാ. വൈര് വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അച്ഛാ, വായിക്കുന്നത് പഴയ നിയമമാണോ പുതിയ നിയമമാണോ? പുതിയ നിയമം. അപ്പൊ അങ്ങനെ വാക്യങ്ങൾ പുതിയ നിയമത്തിലുണ്ടല്ലേ? അതിന് ഈ ആരോടെ വായിച്ചെങ്കിൽ 11-ാം വാക്യം ഒന്ന് വായിച്ചു. 11-ാം വാക്യം. അല്ലയോ കൊരിന്ത്യരേ. എന്തുവാ കൊരിന്ത്യരേ ഒന്ന് പറഞ്ഞേ. അല്ലയോ. 1-ാം വാക്യത്തിൽ അവനെ വിളിച്ച വിളി എന്തെന്നറിയാവോ? വിശുദ്ധനെ, വിശുദ്ധ വിളിക്ക് ഓഹരിക്കാരാ, എന്റെ സഹോദരാ. കുറെ കഴിഞ്ഞപ്പോൾ അവന്റെ ഒറിജിനൽ സ്വഭാവം കണ്ടപ്പോൾ വിളി അങ്ങ് മാറ്റി. അല്ലയോ കൊരിന്ത്യനെ. മിണ്ടുന്നില്ല. എന്ത് പറ്റി? അമ്മയും പോയത്. അല്ലയോ, ഇപ്പൊ യോഗത്തിനകത്ത് വന്നിട്ട് നിന്റെ അകത്ത് നടക്കുന്ന സ്വഭാവം ആ അഴുക്ക് കൊരിന്ത്യന്റെ സ്വഭാവം. പൗലോസ് വിളിക്കുന്നു, അല്ലയോ കൊരിന്ത്യനെ, ബുദ്ധിയില്ലാത്ത. അമ്മയും പറയാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും ഒക്കെ? ബുദ്ധിയില്ലാത്ത, അല്ലയോ കൊരിന്ത്യനെ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഒരെണ്ണത്തെ നോക്കിയിട്ട് ദൈവത്തിന്റെ ആത്മ വിളിക്കരുത്. മലയാളി എന്ന് വിളിക്കരുത്. എടാ, ഇന്ത്യക്കാരാന്ന് വിളിക്കരുത്. നിന്നെ വിളിക്കേണ്ട പേര് വിശുദ്ധ വിളിക്കോഹരിക്കാരാ. എന്റെ രക്തത്തിൽ രക്തമേ, എന്റെ മാംസത്തിൽ മാംസമേ. നമുക്കൊക്കെ അറിയാവുന്നൊരു കഥയുണ്ട്. മലയാളി എന്നൊക്കെ എപ്പോഴാണ് വിളിക്കുന്ന അറിയാവോ? പണ്ട് ആരോ പറഞ്ഞൊരു കഥ. എന്റെ സംഭവം അല്ലേ, ഞാനെങ്കിലും ഒന്ന് പറഞ്ഞേക്കാം. ഈ ഞണ്ടിനെ കയറ്റുമതി ചെയ്യുമ്പോഴേ ഇന്ത്യക്കാരന്റെ പെട്ടി അടയ്ക്കേണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് മലയാളി കൊച്ചിയിൽ നിന്ന് പോയൊരു പെട്ടി ഒറ്റ ഞണ്ടും ചാടത്തില്ല, പൊങ്ങമ്മ കാരെ താഴെ പിടിച്ചിട്ടോളൂ എന്ന് പറഞ്ഞു. ആമേൻ. എനിക്ക് മാത്രം പോയാൽ മതി. തമ്പുരാൻ വിളിക്കും, മലയാളി. മിണ്ടുന്നില്ല. കമാൺ, മിണ്ടുന്നില്ല. എന്ത് പറ്റി എല്ലാവർക്കും? സ്തോത്രം. കൊരിന്ത്യനെ. എങ്ങനെ ആമേൻ വരാൻ അല്ലി വെച്ചാ? ബുദ്ധിയില്ലാത്ത ഗലാത്യരെ വിളിക്കരുത്. ജലാൽ പാസ്റ്ററെ, ഒരായുഷ്കാലം ഒരിക്കലും എന്നെ നിന്നെ നോക്കി ദൈവം ഈ വിളിക്കരുത്. എന്നും വിളിക്കണം. വിശുദ്ധ വിളിക്കോഹരിക്കാരാ. ആമേൻ. രാജകീയ പുരോഹിത വർഗമേ, സ്വർഗരാജ്യത്തിന്റെ അവകാശിയെ, ഈ വിളിക്കുന്ന ഒരു ജനറേഷനായ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേ. താപ്പിട്ടുവായിരേ, നീ അവിശ്വാസിയുടെ ഇണയില്ല പിണക്കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു പൊരുത്തം. അല്ല, വെളിച്ചത്തിന് ഇരുളിനോട് എന്തൊരു കൂട്ടായ്മ. എന്തൊരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായിട്ട് എന്ത്
ഓഹരി. ദേവാലയത്തിന്റെ വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? കുറെ കഴിഞ്ഞപ്പോൾ ജയലാൽ പാസ്റ്ററെ, വിശ്വാസി ഏതാ, അവിശ്വാസി ഏതാ, നീതി ഏതാ, അധർമ്മം ഏതാ, സ്നാനപ്പെട്ടതേതാ, സ്നാനപ്പെടാത്തതേതാ, കണ്ടാ തിരിച്ചറിയാൻ വയ്യാത്ത പോലെ ലോകവും സഭയും അങ്ങ് ഒന്നായി. മിണ്ടുന്നില്ല പ്രിയരെ. അമ്മേ, അവനും കള്ളം പറയും, നീയും കള്ളം പറയും. അവനും കാലുവാരും, നീയും കാലുവാരും. ആമേൻ. മിണ്ടുന്നില്ല. ഇന്ന് രാത്രി എന്താ സ്തോത്രം വരാത്ത? ജീവിക്കുന്ന ആരും ദുബൈയിലില്ലേ? ആമേൻ. അവരുടെ ഹല്ലേലൂയ ഞാനൊന്ന് കേൾക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആമേൻ. ആമേൻ. കുറെ കഴിഞ്ഞപ്പോൾ ലോകവും രണ്ടും കൂടെ ഒന്നായി. ചങ്കു പൊടിയ, നിന്നെ കാത്തൊരു വാഗ്ദത്തം ഇരിക്കുന്നു. ഒരു വമ്പൻ വാഗ്ദത്തം നിന്നെ കാത്തിരിക്കുന്നു. Come on. Oh Jesus. യേശുവിൻ നാമത്തിൽ ജയം. ആമേൻ. എന്താ വാഗ്ദത്തം എന്ന് പറയാൻ പോവാ? നാം ജീവനുള്ള ദൈവത്തിന്റെ ആരാ നീ? ഒന്ന് പറഞ്ഞ ജീവനുള്ള ദൈവത്തിന്റെ ആലയം. ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാ. ഒന്നുകൂടെ പറഞ്ഞ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാ. അടുത്തിരുന്നാളെ തട്ടിട്ട് പറ, ആമേ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമെന്ന് പറ. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയം. എത്ര പേർ പറഞ്ഞെന്ന് പറഞ്ഞേ കാണട്ടെ. ആമേ ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയം. എത്ര പേർ പറഞ്ഞു? അങ്ങനെയെങ്കിൽ ആ പറഞ്ഞ ആളിന്റെ അടുത്ത് ഒന്നുകൂടെ ചോദിച്ചു, പിന്നെന്തുവാ വിഗ്രഹമായിട്ട് നിനക്ക് ബന്ധം? ചോദിച്ചു. അമ്മേ, ആലയമാണെങ്കിൽ പിന്നെന്താടാ നിനക്ക് വിഗ്രഹമായിട്ട് ബന്ധം? നീ വെളിച്ചമാണെങ്കിൽ പിന്നെന്താടാ ഇരുളുമായിട്ട് നിനക്ക് ബന്ധം? നീ നീതിയാണെങ്കിൽ പിന്നെന്താടാ അധർമ്മവുമായിട്ട് നിനക്ക് ബന്ധം? നിന്റെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ പിന്നെന്താടാ ബലയാലുമായിട്ട് നിനക്കൊരു ബിസിനസ് പങ്കാളിത്തം? ഈ രാത്രി പൊളിക്കാതെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. വന്നില്ല. ആമേൻ. ഇനി അങ്ങോട്ട് വാഗ്ദത്തം തുടങ്ങാൻ പോവാ. അതിന്റെ താഴെയുള്ള വാക്യങ്ങൾ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കും. എന്ന് ദൈവം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവനെ, ഈ വാഗ്ദത്തങ്ങൾ നിനക്കുള്ളത് കൊണ്ട്, എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഈ വാഗ്ദത്തങ്ങൾ നിനക്കുള്ളത് കൊണ്ട്. വാഗ്ദത്തം എന്തെന്ന് ഞാൻ പറയാം. കൊരിന്ത്യയിലെ വിശ്വാസി, ദൈവത്തിന് ആഗ്രഹം, ആമേ എനിക്ക് നിന്റെ അകത്തൊന്ന് വസിക്കണം. ഒരു 6 കൂട്ടം വാഗ്ദത്തത്തിന്റെ ലിസ്റ്റ് എനിക്ക് നിന്റെ അകത്ത് വസിക്കണം. ആമേ എനിക്ക് നിന്റെ അകത്തൊന്ന് വ്യാപരിക്കണം. മിണ്ടുന്നില്ല. എനിക്ക് നാട്ടുകാർ കേൾക്ക പറയണം, ഞാൻ നിന്റെ ദൈവമാണെന്ന്. ആമേ ലോകം കേൾക്ക എനിക്ക് വിളിച്ചു പറയണം, ഇവൻ എന്റേതാണെന്ന്. ഹല്ലേലൂയ. അപ്പനും അമ്മയും കേൾക്ക എനിക്ക് വിളിച്ചു പറയണം, ഞാൻ അവന്റെ പിതാവാണെന്ന്. ഇവിടുത്തെ സാത്താന്യ ലോകത്തോട് എനിക്ക് വിളിച്ചു പറയണം, ഇവൻ എന്റെ പുത്രനാണെന്ന്. ഈ വാഗ്ദത്തം നിനക്കുള്ളത് കൊണ്ട്. മനസ്സിലായവർക്കായി സ്തോത്രം. എത്ര പേർക്ക് ദൂത് പിടികിട്ടി? കമാൺ. ആ ദൂത് പിടികിട്ടിയവർ മാത്രം, ആമേ അവർ മാത്രം ഒന്ന് സ്തോത്രം പറഞ്ഞേ. ജോലി കിട്ടാൻ വേണ്ടിയല്ല നീ വിശുദ്ധനാകേണ്ടത്. പ്രമോഷൻ കിട്ടാൻ വേണ്ടിയല്ല നീ വിശുദ്ധനാകേണ്ടത്. കർത്താവിന്റെ ഒരു ഭയങ്കര കൊതി, കൊരിന്തിന്റെ അഴുക്കിൽ നിന്ന് നിന്നെ രക്ഷിച്ചത് എന്റെ മനസ്സിലെ സ്വപ്നത്തിന് വേണ്ടിയാ. മിസ്രൈമിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിച്ചത്, ചെങ്കടൽ പിളർത്തിയത്, മന്ന തന്നത്. ആമേൻ. ഹോരേബിൽ വെച്ച് പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഒരു രാജ്യമാക്കി മാറ്റണം. ആമേൻ. എനിക്ക് നിങ്ങളെ സർവാധിപത്യത്തോടെ വാഴണം. ഇതായിരുന്നു എന്റെ ആഗ്രഹം. Are you ready? കർത്താവ് ചിലതിന്റെ മേൽ തൊടാൻ പോകും. ഞാൻ ഇൻട്രൊഡക്ഷൻ തീർന്ന് പ്രസംഗിക്കാൻ പോവാ. ആമേ ഹല്ലേലൂയ. Are you ready? ആമേ. നമ്പർ 1 ഒന്ന് പറഞ്ഞേ, എനിക്ക് അവരുടെ മധ്യേ വസിക്കണം. ഉറക്കെ പറഞ്ഞില്ല. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ഞാൻ കേൾക്കട്ടത്. ആമേ എനിക്ക് അവരുടെ മധ്യേ വസിക്കണം. എനിക്ക് അവരുടെ മധ്യേ വ്യാപരിക്കണം. എനിക്ക് അവരുടെ ദൈവമായിരിക്കണം. അവർക്ക് ആമേൻ അവർ എൻ്റെ ജനമായിരിക്കണം. ഞാൻ അവർക്ക് പിതാവായിരിക്കും. അവർ എൻ്റെ മക്കളായിരിക്കും. ഒന്നുകൂടെ, ഞാൻ അവരുടെ മധ്യേ വസിക്കും. ഞാൻ അവരുടെ മധ്യേ സഞ്ചരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും. അവർ എൻ്റെ ജനമായിരിക്കും.
ഇന്ന് രാത്രി ഇതൊക്കെ ആരെയും നോക്കി ദൈവം പറയാൻ പോകുക. ഇതൊക്കെ ആരെയും നോക്കി ദൈവം പറയാൻ പോകുക. എത്ര പേര് രാത്രി ദൂത് പിടികിട്ടി? ഈ രാത്രി പൊളിഞ്ഞു മാറുന്ന രോഗാത്മാക്കളെ നീ കാണാൻ പോകുകയാണ്. ആമേ. വർഷങ്ങൾ നിന്നെ അലട്ടുന്ന ചിലത് ഇന്ന് രാത്രി ഈ വചന കേൾവിക്ക് മുമ്പിൽ നിന്നെ വിട്ടുമാറി നീ കാണാൻ പോകുകയാണ്. ആമേ. അടുത്തൊരളവിലേക്ക് ഈ സഭയെ ദൈവം മാറ്റാൻ പോകുന്നു. ആമേ. അടുത്തൊരളവിലേക്ക് ഇവിടുത്തെ വിശ്വാസികളെ ദൈവം പിടിച്ചു കയറ്റാൻ പോകുന്നു. സ്നാനപ്പെട്ടിട്ടില്ലാത്ത ചിലതിന് അടുത്ത ഒരളവിലേക്ക് ദൈവം മാറ്റാൻ പോകുന്നു. നിന്റെ ഈ പോക്ക് ദൈവത്തിന് താല്പര്യമില്ല. നിന്നെ അടുത്തൊരളവിലേക്ക് ദൈവത്തിന് കൊണ്ടുപോകണം. ഓ, ഒന്നാമത്തത് ശ്രദ്ധിച്ചു കേൾക്കുക. എന്തിനു നീ വിശുദ്ധനാകണം? ഞാൻ അവരുടെ മധ്യേ വസിക്കും. പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. മോനെ, ആരാ പറയുന്നത് അറിയാവോ? എന്താ പേര് ഞാൻ മറന്നു. വിനു, ആരാ പറയുന്നത് അറിയാവോ? പണ്ട് പഴയ നിയമത്തിൽ ആണ്ടിലൊരിക്കൽ പെട്ടകത്തിൽ ഒരു നിമിഷത്തേക്ക് ഒരുത്തൻ ഇറങ്ങി വരുമായിരുന്നു. ഒരു നിമിഷത്തേക്ക്. അവൻ പറയുക, എനിക്ക് കല്ലിലും കട്ടയിലും ഇരുന്ന് ഞാൻ മടുത്തു, ഇനി എനിക്ക് വസിക്കണം. കാൽവറിയിൽ എൻ്റെ രക്തത്തിൻ്റെ സമ്പാദ്യമായ ജീവനുള്ള കല്ലുകളെ കൊണ്ട് പണിയുന്ന എൻ്റെ മന്ദിരത്തിനകത്ത് എനിക്ക് ഇറങ്ങി വസിക്കണം. ഓ, Come on, get ready. ഈ അന്തരീക്ഷം മാറിക്കഴിയണമേ. ഈ അന്തരീക്ഷത്തിന് എന്തോ ഒരു മാറ്റം വരുന്ന ഞാൻ കാണുന്നു. ആമേൻ. എത്ര തണുപ്പ് നീ അനുഭവിച്ചാലും നിന്റെ ശരീരത്തിന് എന്തോ ചൂട് തട്ടാൻ പോവുകയാണ്. വിനു, ദൈവം പറയുന്നു, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തിയത്, എൻ്റെ രക്തം കൊണ്ട് നിന്നെ കഴുകിയത് ഈ ആഗ്രഹത്തോട് തന്നെയാ. എനിക്ക് നിന്റെ അകത്തുമൊന്ന് വസിക്കണം. ആമേൻ. നിന്റെ അകത്ത് എനിക്കൊന്ന് ഇറങ്ങി നിൽക്കണം. ശ്രദ്ധിച്ചേ. പക്ഷെ ഇപ്പോഴത്തെ പോക്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പണ്ട് ആണ്ടിലൊരിക്കൽ, വിനു ശ്രദ്ധിക്കുക, ആമേൻ, ഒരു നിമിഷത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു തടിപ്പെട്ടകം. ആമേൻ. അത് മോശേ, നിനക്ക് ഭയങ്കര ഡിസൈനിങ് അറിയാമെങ്കിലും നിന്റെ ഡിസൈനിൽ പണിത ഞാൻ ഇറങ്ങത്തില്ല. ആമേ. എനിക്കിറങ്ങണ്ട എൻ്റെ മന്ദിരം ഞാൻ കാണിച്ചു തരുന്ന ഡിസൈനിൽ പണിയണം. ആമേ. മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അതിന്റെ നീളം ഇത്ര, അതിന്റെ വീതി ഇത്ര, അതിന്റെ കൊളുത്ത് ഇത്ര, അതിന്റെ കാര്യങ്ങളെല്ലാം ഇത്ര. ആമേ. റൈസം ബ്രദറിന്റെ തടിയല്ലേ? ആമേ. ആമേ. മുറിക്കാതെ 2 ഇഞ്ചും കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ഞാൻ ഇറങ്ങത്തില്ല അച്ഛാ. ആമേ. അച്ചാച്ചൻ ദശാംശം കൂടുതൽ തരുന്നതല്ലേ, അവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ ദൈവം പറയും, ഞാൻ ഇറങ്ങത്തില്ല. ഞാൻ ഇറങ്ങണമെങ്കിൽ, ആമേ, ഞാൻ പറഞ്ഞ മാതൃക, ഞാൻ പറഞ്ഞു കാണിച്ച മാതൃക, ആ മാതൃകയിൽ പണി ഞാൻ ഇറങ്ങി വരാം. ഹല്ലേലൂയ. ഓ, come on. ആർക്കാ ഇന്ന് രാത്രി ദൂത് പിടികിട്ടിയെന്ന് എനിക്കറിയത്തില്ല. ഈ ദുബൈയിൽ ഏതൊക്കെയോ ചർച്ചകൾക്കകത്ത് അവൻ സ്ഥിരവാസമാക്കാൻ പോകുക. ഏതൊക്കെയോ ശുശ്രൂഷകന്മാരുടെ മേൽ അവന്റെ സ്ഥിരവാസം ദൈവമാക്കാൻ പോകുക. എന്റെ സ്ട്രാറ്റജിക്കകത്ത് നിൽക്കുന്ന ചിലതിനെ ഞാൻ നോക്കിക്കഴിഞ്ഞു. ഓ, എന്റെ മാതൃക പറഞ്ഞേ, പർവ്വതത്തിൽ കണ്ട ഒരു മാതൃക. ആമേ. നിന്റെ ഡിസൈനിൽ അല്ലേ ഇത് പണിയണ്ടേ? ആമേ. സമയാസമയങ്ങളിൽ മാറ്റുന്നതല്ല, തിരുവചനത്തിന്റെ ഉപദേശം. ആമേ. ഈ രാത്രി ആമേൻ പറഞ്ഞാട്ട്. വിനു, ദൈവം പറയുക, ആണ്ടിലൊരിക്കൽ ഒരു നിമിഷത്തേക്ക് ഇറങ്ങേണ്ട ആ തടിപ്പെട്ടിയെ കുറിച്ച് എൻ്റെ കൺസേൺ എന്താന്ന് നിനക്കറിയാവോ? നിന്നെ വിളിച്ചത് ഒരു നിമിഷത്തേക്ക് ഇറങ്ങാനല്ല, ഒരു പുരുഷായുസ് മുഴുവൻ ഇറങ്ങിയതിക്ക്. തൊടുക ചിലതിന്റെ മേൽ ഒരു പുരുഷായുസ് മുഴുവൻ ഇറങ്ങി നിൽക്കുക. ആമേൻ. അസാധാരണമായ നിലയിൽ പ്രാപിച്ച പ്രിയരെ ദൈവനാട് തൊടുന്നു. ഒരു പുരുഷായുസ് മുഴുവൻ ഇറങ്ങി നിൽക്കുക. അതിനാ ഞാൻ നിന്നെ വിളിച്ചേ. ആമേൻ. മോനെ വിനു, നിന്റെ ഡിസൈനിൽ പണിതാൽ ഞാൻ ഇറങ്ങത്തില്ല. ഈ പണിക്കകത്ത് നിന്റെ മാതൃക റൈസൻ തോമസ് അല്ല. ഈ പണിക്കകത്ത് നിന്റെ മാതൃക സുരേഷ് ബാബു അല്ല. ഈ പണിക്കകത്ത് നിന്റെ മാതൃക അബ്രഹാം അല്ല. ഞാൻ കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ആമേ. നിന്നെ പോലെ 33.5 വയസ്സ് എന്റെ പുത്രനെ ഞാൻ മാതൃകയോടെ ഈ ഭൂമിയിൽ നിർത്തി. അവനാണ് ഈ പണിക്കകത്ത് നിന്റെ മാതൃക. അവനാണ് വിശ്വാസത്തിന്റെ നായകൻ. അവനാണ് പൂർത്തി. ഓ, come on, come on. കൃപയുള്ളവരുടെ സ്തോത്രം ഉയരട്ടെ. അഭിഷേകമുള്ളവന്റെ സ്തോത്രം ഉയരട്ടെ. ജീവിക്കുന്നവന്റെ ഹല്ലേലൂയ. ഓ, മിണ്ടുന്നില്ല. ആമേൻ. വന്നില്ല. ചേർന്ന് ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ ഇഷ്ടത്തിൽ നടന്ന ഞാൻ ഇറങ്ങത്തില്ല. നിന്റെ ഡിസൈനിൽ പണിത ഞാൻ ഇറങ്ങത്തില്ല.
എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടിക നെല്ലിക്ക കൊട്ട മറിച്ചിട്ടിരിക്കുന്ന പോലെ ആമേൻ ആ ലേഖകർ എഴുതി വെച്ചിട്ട് പറഞ്ഞു, അബ്രഹാമിനെ നോക്കിക്കൊണ്ട് ഓടരുത്, വല്ലപ്പോഴും ഒരു കള്ളം പറഞ്ഞ കുഴപ്പമില്ല. നോഹയെ നോക്കിക്കൊണ്ട് ഓടരുത്, ആമേൻ ഇച്ചിറ മദ്യപിച്ചാൽ കുഴപ്പമില്ല. ശിംശോനെ നോക്കിക്കൊണ്ട് ഓടരുത്, അല്പം തെറ്റ് ചെയ്താൽ കാരണമില്ല. ആമേൻ ദാവീദിനെ നോക്കിയാലും അല്പം ചില പാളിച്ചകൾ പറ്റൂ. 11-ാം അധ്യായത്തിൽ നിന്ന് 12-ാം അധ്യായത്തിലേക്ക് കയറി വിശ്വാസ വീരന്മാരുടെ നടുവിൽ വിശ്വാസത്തിന്റെ നായകനെ നിർത്തിയാമേ. എന്നിട്ട് പറഞ്ഞു, ഇവരെ നോക്കിക്കൊണ്ടോട്. കള്ളം പറയാൻ തോന്നത്തില്ല, വ്യഭിചരിക്കാൻ തോന്നത്തില്ല, പാപം ചെയ്യാൻ പൊളിയട്ടെ. ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവ. Get ready. Come on. ഈ രാത്രി പ്രാപിച്ച ഒരു തലമുറ. കർത്താവാരുടെ മേൽ ഇറങ്ങുകയാണ്. എനിക്കിറങ്ങാൻ, ദുബൈയിൽ എനിക്ക് ഇറങ്ങി നിൽക്കാൻ എനിക്ക് കുറെ ആലയങ്ങളെ വേണം. Are you ready? വന്നില്ല, സ്തോത്രം വന്നില്ല. Are you ready? ഇറങ്ങിക്കോട്ടെ, ഇറങ്ങിക്കോട്ടെ. സാധാരണമായി ഒരായുസ് മുഴുവൻ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ എന്ന് നമ്മൾ അങ്ങോട്ട് പാടിയതുപോലെ രാത്രി യേശു ചോദിക്കുന്നു, ഞാനൊന്ന് വസിച്ചോട്ടെ, ഞാൻ നിന്നെ ഒന്ന് ചേർത്ത് പിടിച്ചോട്ടെ. ഈ പട്ടണത്തിന് എനിക്ക് ചിലത് ചെയ്യണം. ഈ പട്ടണത്തിന് എനിക്ക് ആമേൻ എന്ന് പറയാൻ എത്ര പേരിവിടെ ഉണ്ട്? എല്ലാ കണ്ണടച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ച് ഭയങ്കരമായി എന്നെ ദൂത് പറയുമ്പോൾ താണിറങ്ങുന്നൊരു മേഘത്തെ പോലെ, താഴ്വരയിൽ ഇറങ്ങി വന്ന മേഘസ്തംഭം പോലെ എനിക്കറിയാം നിന്റെ മേൽ അവൻ ഇറങ്ങി നിൽക്കുകയാണ്. ഇല്ല കണ്ണടച്ച പ്രിയരെ, നിന്റെ വീട്ടിൽ എനിക്ക് ഇറങ്ങി നിൽക്കണം. നിന്റെ തലമുറകളുടെ മേൽ എനിക്ക് ഇറങ്ങി നിൽക്കണം. നിന്റെ ചർച്ചനകത്ത് എനിക്ക് ഇറങ്ങി നിൽക്കണം. നിന്റെ മിനിസ്ട്രിക്കകത്ത് എനിക്ക് ഇറങ്ങി നിൽക്കണം. പ്രാർത്ഥിച്ച് എനിക്കൊന്ന് ഇറങ്ങി നിൽക്കണം. ഈ പട്ടണത്തിനെ എല്ലാവരും കാണേ, ഒരഗ്നി തൂണായി, ഒരു മേഘത്തൂണായി എനിക്കൊന്ന് ഇറങ്ങി നിൽക്കണം. നിന്റെ തലമുറകളെ ശത്രു തൊടാതെ, നിന്റെ ചാർച്ചക്കാരെ ശത്രു തൊടാതെ, നിന്റെ ആമേൻ സംരംഭങ്ങളെ ശത്രു തൊടാതെ എനിക്കൊന്ന് ഇറങ്ങി നിൽക്കണം ഈ തലമുറയിൽ. അതിനെനിക്ക് ആത്മാവിൽ വളർന്ന ആമേൻ ഒരു പുത്തൻ തലമുറയെ വേണം. അഭിഷേകത്തിന്റെ അടുത്ത അളവുകളിലേക്ക് കുതിക്കാൻ കരുത്തുള്ള ഒരു പുത്തൻ തലമുറ എനിക്ക് വേണം. പ്രാപിച്ച പ്രിയരെ, തൊടുക ആൻറ്റി. ഇന്ന് രാത്രി കർത്താവിന്റെ രാത്രി തൊടുക. ഈ മീറ്റിംഗ് ഒരു വഴിത്തിരിവാ ചിലർക്ക്. ഈ രാത്രി ഈ മീറ്റിംഗ് ഒരു വഴിത്തിരിവാണ്. അനേക പ്രിയപ്പെട്ടവർ കരയുന്നുണ്ട്, അനേകർ വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, എനിക്ക് ഇറങ്ങി വസിക്കാൻ, ഈ തലമുറയിൽ എനിക്കൊന്ന് ഇറങ്ങി വസിക്കാൻ. ഇല്ല പിശാചേ, എന്നും ഈ ജനത്തെ നിനക്ക് കളിപ്പിക്കാൻ പറ്റത്തില്ല. ഇല്ല, നീ അറിയാതെ ഒരു തലമുറ പട്ടണത്തിൽ ജീവിക്കുന്നുണ്ട്. ആമേൻ, നീ അറിയാത്ത ഒരു തലമുറ പട്ടണത്തിന്റെ ഉൾമുറിയിൽ പ്രാർത്ഥനയിൽ ഇരിപ്പുണ്ട്. അവരെ ദൈവാത്മാവ് ഈ ദിവസങ്ങളിൽ പുറത്തെടുക്കും. ഏലിയാവേ, നീ പറയുന്നു നീ ഒറ്റയ്ക്കേ ഉള്ള, നല്ല നീ ഒറ്റയ്ക്കല്ല. ബാലിന് മുട്ടുമടക്കാത്ത ഒരു വേറെ 7000 നീ കണ്ടിട്ടില്ലാത്ത, നീ കേട്ടിട്ടില്ലാത്ത വേറെ ഒരു 7000 ഞാൻ എനിക്ക് വേണ്ടി മാറ്റി. പ്രാപിച്ചേ പ്രിയരെ. പുറകറ്റം വരെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഡാം തുറന്ന് വെള്ളം വരുന്നത് പോലെ, ഒരു പ്രാവ് താണ് പറക്കുന്നത് പോലെ ഈ രാത്രി ഗ്ലോറിയസ് ആയ ഒരു അനോയിന്റിംഗ് നിന്റെ മേൽ വീണ് തുടങ്ങുകയാണ്. പ്രാപിക്കുക. കത്തുന്നു, ചിലതിന്റെ മേൽ ദൈവത്തിന്റെ തീ കത്തുന്നു, ചിലതിന്റെ മേൽ ദൈവത്തിന്റെ തീ കത്തുന്നു. ഈ രാത്രി പരിശുദ്ധിയും അവന്
യേശുവിൻ നാമത്തിൽ പൊളിയട്ടെ അന്ധകാരങ്ങൾ, പൊളിയട്ടെ ശാപങ്ങൾ, പൊളിയട്ടെ. ആമേൻ, ആമേൻ. എല്ലാ പാപത്തിന്റെ ശക്തികൾ ഈ രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി അതിന്റെ മുഴുവനത്തോടെ എനിക്ക് വസിക്കണം. വിനു കർത്താവ് പറഞ്ഞ് എനിക്ക് വസിക്കണം. പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോട്ടെ. ഒന്നാമത്തെ വാക്തത്വം, ദൈവത്തിന് വസിക്കണം. എന്തുവാ? ഉറക്കെ പറഞ്ഞ്, ശക്തിയോടെ പറഞ്ഞ്. രണ്ടാമത്തത്, വസിച്ചാൽ മാത്രം പോരടാ, എനിക്കൊന്ന് വ്യാപരിക്കണം, എനിക്കൊന്ന് സഞ്ചരിക്കണം, എനിക്കൊന്ന് സഞ്ചരിക്കണം. നിനക്കറിയാവോ, ഈ പട്ടണത്തിൽ ഇനി നടക്കാൻ യേശുവിന് അക്ഷരീകമായൊരു കാലില്ല. ഈ പട്ടണത്തിൽ എനിക്ക് നടക്കേണ്ട കാല് നിന്റെ കാല. ഈ പട്ടണത്തിൽ എനിക്ക് രോഗികളെ തൊടാൻ അക്ഷരീകമായി എനിക്കൊരു കൈയില്ല. ഈ പട്ടണത്തിൽ രോഗിയെ തൊടേണ്ട കൈ ഇതാ. അമ്മേ, അമ്മേ. ഈ പട്ടണത്തിൽ എനിക്ക് നോക്കാൻ അക്ഷരീക കണ്ണില്ല. ഈ പട്ടണത്തിൽ എനിക്ക് നോക്കണ്ട കണ്ണ് നിന്റെ കണ്ണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, സഭ ക്രിസ്തുവിൻ്റെ ശരീരം. മിണ്ടുന്നില്ല. സഭ ക്രിസ്തുവിൻ്റെ, മിണ്ടുന്നില്ല. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ അകത്തിരിക്കുന്നു. എന്തിനാ ഞായറാഴ്ച കൈയടിക്കാനല്ല. ആമേൻ. എനിക്കൊന്ന് ഇറങ്ങി നടക്കണം. ആമേൻ. ഈ പട്ടണത്തിന്റെ തെരുക്കളിരിക്കുന്ന ചില ഭർത്തിമായിമാരെ എനിക്ക് സൗഖ്യമാക്കണം. ഈ പട്ടണത്തിലെ ചില രക്തസ്രാവക്കാരുത്തികൾ നിന്നെ തൊടുമ്പോൾ സൗഖ്യമാകണം. ആമേൻ. മിണ്ടുന്നില്ല. ഈ പട്ടണത്തിലെ ചിലർക്ക് എനിക്ക് കണ്ണുകൊടുക്കണം. എനിക്ക് ഇരുന്ന് മടുത്തു, എനിക്കൊന്ന് ഇറങ്ങി നടക്കണം. ആമേൻ. ഇന്ന് രാത്രി അതിനൊരു തലമുറയെ എനിക്ക് വേണം. Praise the Lord. നിന്റെ അകത്തിരിക്കുന്ന ആരെന്നറിയാവോ? അവൻ സർവശക്തനാ, അവൻ റാഫയ, അവൻ ഷമ്മയ, അവൻ നിസിയ, അവൻ എലോഹീമ, അവൻ ജായിറയ. ആമേൻ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അവൻ എൽ ഷദായി. ആമേൻ. വിനു, നിന്റെ ശരീരത്തിന് രോഗം വരുമ്പോൾ ആമേൻ ഡോക്ടർമാരിൽ ആശ്രയിക്കുന്നതിന് മുമ്പേ നിന്റെ അകത്തെ റാഫയ്ക്ക് നിന്റെ ശരീരത്തിൽ ഒന്ന് വ്യാപരിക്കണം. ആമേൻ. മിണ്ടുന്നില്ല. ജീവിതത്തിൽ തോൽവികളും പരാജയങ്ങളും വരുമ്പോൾ ആമേൻ മറ്റുള്ളവർ ജയിപ്പിക്കുന്നതിന് മുമ്പേ നിന്റെ അകത്തിരുന്ന് നിസിക്കൊരു കൊടി ഉയർത്തണോ. ഈ രാത്രി നിന്റെ മുമ്പിൽ വഴികൾ അടയുമ്പോൾ നിന്റെ അകത്തുനിന്ന് എനിക്ക് വ്യാപരിച്ച് ചെങ്കടലിലെ മുറിക്കണോ. ഈ രാത്രി വ്യാപരിക്കുന്ന ദൈവശക്തി വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ഈ രാത്രി ഇവിടെ നീ ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്റെ വിഷയങ്ങൾക്ക് മേൽ അവൻ ഈ രാത്രി വ്യാപരിക്കാൻ പോകുകയാണ്. ചില രോഗികളുടെ മേൽ ഈ രാത്രി അവൻ വ്യാപരിക്കുന്നു. യേശുവിൻ നാമത്തിൽ എല്ലാ ആർത്തറൈറ്റിസ് യേശുവിൻ നാമത്തിൽ ഈ രാത്രി സൗഖ്യമാകട്ടെ. ആമേൻ. തലമുറകളില്ലാത്ത ചില ഗർഭപാത്രത്തിന്റെ അകത്ത് ഈ രാത്രി എൽ ഷദായി വ്യാപരിക്കുന്നു. പ്രാപിക്ക്. തൊടുന്നു ഈ രാത്രി. അടഞ്ഞു പോയ വഴികൾ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് നീ പറയുമ്പോൾ ഈ രാത്രി ദൈവം പറഞ്ഞു, എനിക്ക് വ്യാപരിക്കണം. നിന്റെ മുമ്പിലെ ചെങ്കടലിനെ മുറിക്കുന്നത് നിന്റെ അകത്തിരിക്കുന്ന ഞാനാണ്. Praise the Lord. ഒന്ന് പറഞ്ഞ് വ്യാപരിക്കണം. അടുത്തിരുന്ന തട്ടിയിട്ട് പറ, വ്യാപരിക്കണം. നിന്റെ അകത്തിരിക്കുന്നവനെന്ന് വ്യാപരിക്കണം. ഭാഷ ജയലാൽ, നിന്റെ അകത്തിരിക്കുന്ന യേശുവിന് അമ്മേനൊന്ന് വ്യാപരിക്കണം. അമ്മേ. മിണ്ടുന്നില്ല. അമ്മേ. ഞാൻ ഓർക്കുന്നു, ചില നാളുകൾക്ക് മുമ്പ് മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു അധ്യാപകനോട് ചോദിച്ചു, റൈസൻ, അമ്മ നമ്മുടെ നിഴലിലും രോഗശാന്തി വ്യാപരിക്കുമോ? ഞാൻ പറഞ്ഞു, സാറേ പ്രാർത്ഥിക്കാം. 5 മിനിറ്റ് ഞങ്ങൾ പ്രാർത്ഥനാ മുറിയിലിരുന്നപ്പോൾ ഒരാത്മശബ്ദം ഞങ്ങൾ കേട്ടു. പാപത്തിൻ്റെ അഴുക്കു പറ്റാത്ത ഒരു നിഴൽ എനിക്ക് താ.
ഞാൻ വ്യാപരിച്ച് കാണിക്കാമെന്ന് പറഞ്ഞു. ഓ ഓ ആമേൻ. പാപത്തിന്റെ വിയർപ്പ് പുരളാത്ത ഒരു തൂവാൽ എനിക്ക് താ, ഞാൻ വ്യാപരിക്കാമെന്ന് പറഞ്ഞു. ആമേൻ ആമേൻ ആമേൻ. എത്ര പേർക്ക് ഈ രാത്രി ദൂത് പിടികിട്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി നിന്റെ മേലത് വ്യാപരിച്ച് തുടങ്ങുകയാണ്. എനിക്കറിയാം ഇന്ന് രാത്രി ഇവിടെ ചില രോഗികൾ സൗഖ്യമാകും. ആമേൻ. അത് റൈസൺ തോമസ് പ്രസംഗിക്കുന്ന കാരണത്താലല്ല, ജീവിക്കുന്ന ആരൊക്കെയോ ഇവിടെ ഇരിപ്പുണ്ടാമേ. നിന്റെ മേൽ നിന്നും എന്തോ ഈ രാത്രി വ്യാപരിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. ഓ ഓ പ്രാർത്ഥനയ്ക്ക് ചില സമയങ്ങൾ എടുക്കണമല്ലോ. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. അമ്മേ, 2 എനിക്ക് വ്യാപരിക്കണം. 3 നാട്ടുകാരും വീട്ടുകാരും അന്ധകാരങ്ങളും പിശാചുക്കളും കേൾക്കെ എനിക്ക് പറയണം, ഞാൻ വിനുവിൻ്റെ ദൈവമാണ്. കാണട്ടടാ ഏത് പിശാചാ നിന്നെ തൊടുന്നേന്ന്, കാണട്ടടാ ഏത് അന്ധകാരം നിന്നെ തൊടു. ഓ തകർക്കും, നശിപ്പിക്കും, ഇനി നീ ഇല്ല എന്ന് പറയുന്ന ആ അന്ധകാരങ്ങൾക്ക് നീ മിണ്ടണ്ട, ഞാൻ മിണ്ടിക്കോളാം. ആമേ. എനിക്ക് വിളിച്ചു പറയണം, ആമേ, ഞാൻ നിന്റെ ദൈവം. ആമേൻ. ഓ ആരാ ഈ ഞാനെന്ന് ഞാൻ പറയാം. ആമേൻ. ഈ ഞാനെന്നൊക്കെ പറയാൻ തൻ്റെ ഇടം ഒറ്റ ഒരുത്തനേ ഉള്ളൂ. ആമേ. പണ്ടൊരിക്കൽ മോശ ചോദിച്ചു, നീ ആരാ കർത്താവ് എന്ന് ചോദിച്ചു. ആമേൻ. ദൈവം ചോദിച്ചു, യവനെ എന്ത് പറഞ്ഞാൽ മനസ്സിലാക്കും? സൂര്യനാന്ന് പറയുവോ, ചന്ദ്രനാന്ന് പറയുവോ, എന്തോ പറഞ്ഞാൽ മനസ്സിലാകും? ദൈവം അവസാനം പറഞ്ഞു, ചേർത്ത് നിർത്തി പറയാൻ ഒന്നും കിട്ടുന്നില്ല, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു. ആമേ ആമേ. ചേർത്ത് നിർത്തി പറയാൻ ആരുമില്ലാത്ത എന്നിൽ തന്നെ പൂർണ്ണനായ You are God. ഞാൻ കുറെ കഴിയുമ്പോ പറയും, ഞാൻ നിന്റെ ദൈവം. ഓർമ്മയില്ലേ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. ഈ ഞാൻ ആരാന്ന് നിനക്കറിയാവോ? ഇതാ പണ്ടത്തെ മുൾപ്പറപ്പിലെ സംഭവം. ആമേൻ. മിണ്ടുന്നില്ല. ഓ പീലാത്തോസിന്റെ അരമനയിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് ഒരു ചോദ്യം യേശുവിനോട് ചോദിച്ചു, ഈ നീ യഹൂദന്മാരുടെ രാജാവോ? ആണോന്നോ അല്ലയോന്നോ അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞു, ഞാൻ ആകുന്നു. പീലാത്തോസിന് കാര്യം മനസ്സിലായില്ല. കയ്യാഫാവിന് കാര്യം മനസ്സിലായി. അവൻ വസ്ത്രം വലിച്ചു കീറി, അമ്മേ ഈ രാത്രി ഞാൻ പറയുന്നു, ഞാൻ നിന്റെ ദൈവം. ഓ come on, come on, come on. ഈ രാത്രി ഞങ്ങൾ അവനെ സേവിക്കുന്നത്. ആമേൻ. എൻ്റെ ദൈവം ആമേൻ റോഡിലെ കുരിശിലല്ല ഇരിക്കുന്നത്. ആമേൻ. എൻ്റെ ദൈവം ആമേൻ ആമേൻ ഏതോ മലയിലല്ല ഇരിക്കുന്നത്. എൻ്റെ ദൈവം എൻ്റെ അകത്തിരിപ്പുണ്ട്. അവനെ ഈ രാത്രി ഞാൻ ആരാധിക്കുന്നത്. come on, കരങ്ങളെ ചേർത്ത് തട്ടി ഈ രാത്രി ദൈവത്തിന് ഒരു നന്ദി പറഞ്ഞേ. ഓ man, man. ഈ ദൈവത്തെ സേവിക്കാൻ കുറെ ആളുകളെ ഞങ്ങൾക്ക് വേണം. ആമേൻ. ഈ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കുറച്ച് ആളുകളെ ഞങ്ങൾക്ക് വേണം. ഓ ഞാൻ നിന്റെ ദൈവം. നിൽക്കാൻ സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു പോട്ടെ. എന്നിട്ട് എനിക്ക് പറയണം, വിനു എൻ്റെ ജനമ, നീ എൻ്റെ ആടാ, നീ എൻ്റെ. നിനക്കറിയത്തില്ല ഈ ദൈവത്തിൻ്റെ രക്തത്തിൻ്റെ ശക്തി. പിശാചിനോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഹല്ലേലൂയ. വേണ്ട. പഴയ നിയമത്തിൽ ഒരു പ്രവാചകനുണ്ട്, ബിലയാം എന്ന പേര്. അവനോടും ചോദിച്ചു, എന്താ ഈ ദൈവജനത്തിൻ്റെ പ്രത്യേകത? അവൻ പറയും, തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ. ദുബൈ ചെന്നാലും അവനെ കണ്ടാൽ അറിയാം. ആമേൻ. മിണ്ടുന്നില്ല. ഏത് അഴുക്കിനകത്ത് കൊണ്ടിട്ടാലും അവൻ ജാതിയുടെ കൾച്ചറിനകത്ത് ഇടക്കേറത്തില്ല. മിണ്ടുന്നില്ല ആരും. ആമേൻ ആമേൻ പറയാൻ ഇച്ചിരി പാടാ. ആമേ അവനെ നോക്കിയാൽ അറിയാം. ആമേ അവനെ കണ്ടാൽ അറിയാം. അവന്റെ ഒരു സംസ്കാരം കാണും. ആമേ ഹല്ലേലൂയ. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടത്തില്ല. പിന്നെ ആമേൻ എണ്ണപ്പെടാത്തത് കൊണ്ട് കാട്ടുപോത്തിന്റെ ബലം അവനുണ്ട്. ആമേ കണ്ടാ ഞാനുല്ലേ പോയിരിക്കുക, പക്ഷെ ഒന്ന് മുട്ടി നോക്കണം. ആമേ ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം. എന്നിട്ട് അവൻ പറഞ്ഞു, ആ വിചാരം ഫലിക്കത്തില്ല, ചെയ്യാനിട്ടല്ല, ഏകാത്തതാണ് ലക്ഷണമെത്തിയ പോലെ. ഓ കമാൻ കമാൻ. എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അച്ഛാ, ഇന്ന് രാത്രി നീ ജീവനോടെ ഇരിക്കുന്നത്, ഈ രാത്രി നീ ആയുസ്സോടെ ഇരിക്കുന്നത് പിശാച് ചെയ്യാത്തത് കൊണ്ടല്ല, ഏകാത്തത് കൊണ്ട്. ആമേൻ. ഓ
ഓ കമാൺ പൊളിയട്ടെ, എല്ലാ ശാപങ്ങൾ പൊളിയട്ടെ. പിശാചേ, നിനക്കറിയത്തില്ല ഈ ജനം ആരാണെന്ന്. ആമേൻ. We are belongs to Jesus. We are belongs to Almighty God. Amen. പ്രാപിക്ക്. നീ പറ പിശാചിനോട്, നീ ആ രോഗത്തെ നോക്കി പറ, ഞാൻ ക്യാൻസറിൻ്റെതല്ല, ഞാൻ ട്യൂമറിൻ്റെതല്ല, ഞാൻ കടത്തിൻ്റെതല്ല, ഞാൻ തകർച്ചയുടേതല്ല, ഞാൻ യേശുവിൻ്റെതാണ്. കരങ്ങളെ തട്ടി. ഓ നീ ആരുടേതാ? ഞങ്ങളുടെ നാട്ടിൽ ഒരു മുസ്ലിം ആ വിചാരങ്ങളുണ്ടായി. ആരെങ്കിലും ഉള്ളവരോട് ക്ഷമിക്കാം, എല്ലാ കുറുക്കുതികളുള്ളതാണ്. കുറെ നാൾ എനിക്കിട്ട് പണി വന്നു. അവസാനം 2011 ആരംഭ ദിവസങ്ങളിൽ ഒരാൾ ഒന്നുകൂടെ ചെയ്യാൻ പോയി. ആ പുള്ളി പറഞ്ഞ മറുപടി, അവനാണെങ്കിൽ ചെയ്യണ്ട, പൈസ പോത്തുള്ള ഏക്കത്തില്ലെന്ന്. നിന്നെക്കുറിച്ച് നിനക്കറിയത്തില്ലെങ്കിലും പിശാചിനോട് ചോദിച്ചാൽ പറഞ്ഞുതരാം. ആമേൻ. എത്ര പേർക്ക് ഇത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. കമോൺ, ഏക്കത്തില്ല പിശാചേ. നീ 1000 പ്രതിസന്ധി കൊണ്ടുവാ, കൈവിഷം ഏക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി ഇതിനകത്ത് ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ജപിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ചില ഏലസുകളുടെ ശക്തി ഈ രാത്രി യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറാൻ പോകുകയാണ്. ഈ രാത്രി ആമേൻ, ഹല്ലേലൂയ, ഏതൊക്കെയോ മേഖലകളിൽ നിന്നെ തകർക്കുവാൻ പിശാച് വെല്ലുവിളിച്ചിരിക്കുന്നതിന് യേശുവിൻ നാമത്തിൽ കമോൺ കരങ്ങളെ തട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞ്. നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വിശദമായി സംസാരിക്കാൻ പറ്റിയില്ല. നാളെയെങ്കിലും 8:30 വരണേ. ഹല്ലേലൂയ, ആമേൻ. എനിക്ക് വസിക്കണം, എനിക്ക് വ്യാപരിക്കണം, എനിക്ക് പറയണം പാസ്റ്റർ ജയലാൽ എൻ്റെയാണ്. എനിക്ക് പറയണം ഞാൻ ഏലിയാസ് പാസ്റ്റർ ദൈവമാണ്. ഇത്രയും നിർത്തിയിട്ട് പൗലോസ് ഒന്ന് നിർത്തി. ഈ 4 കൂട്ടം കാര്യങ്ങൾ പഴയ നിയമത്തിലായിരുന്നു. യേശു പറഞ്ഞു, വിനു, അശുദ്ധമായതൊന്നും എന്നെ തൊടല്ല കേട്ടോ. അവർ നടുവിൽ നിന്ന് വേർപെട്ട് പുറപ്പെട്ടിരിക്കണം. എന്നാൽ അവൻ നിന്നെ കൈക്കൊണ്ട് അവരോട് പറയാത്തൊരു കാര്യം നിന്നോട് പറയും, ഞാൻ നിനക്ക് പിതാവായിരിക്കും, നീ എൻ്റെ മകനായിരിക്കും, നീ എൻ്റെ മകളായിരിക്കും. ഇന്ന് രാത്രി പരസ്യമായി ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയും, അവൾ എൻ്റെ മകളാ, അവൻ എൻ്റെ മകനാ. ഇന്ന് രാത്രി നീ ഒത്തിരി കാര്യമൊന്നും ചെയ്യണ്ട, സിമ്പിളാ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് അവൻ ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. ഓ ആമേൻ. പ്രാർത്ഥിച്ച ദൈവമക്കൾ പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി എനിക്ക് പറയണം, ഞാൻ നിന്റെ പിതാവാ, ഞാൻ നിന്റെ ഇവിടേക്കുന്ന ചിലതിനെ നോക്കി എനിക്ക് പറയണം, നിങ്ങളെൻ്റെ എന്താ മക്കൾ. ആരാച്ച ഞാൻ നിങ്ങൾക്കാരാ? പെട്ടെന്ന് വന്നിട്ട് ദൂത് പറയട്ടെ. പഴയ നിയമത്തിൻ്റെ എൽഷദായി എല്ലാവർക്കും പേടിയാ, പഴയ നിയമത്തിൻ്റെ യഹോവ റാഫ എല്ലാവർക്കും പേടിയാ. യേശുവിൻ്റെ അടുത്ത് ശിഷ്യന്മാർ ചോദിച്ചു, ആ യഹോവ റാഫയെ, ആ യഹോവ ശമ്മയെ ഞങ്ങൾ എന്ത് വിളിക്കണം? യേശു പറഞ്ഞു, നിങ്ങൾ വിളിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ. ഈ വാഗ്ദത്തം നിനക്കുള്ളത് കൊണ്ട്, വമ്പൻ വാഗ്ദത്തങ്ങൾ നിന്നെ കാത്തിരിക്കുന്നത് കൊണ്ട് എത്ര പേർക്ക് ഈ രാത്രി വിളിക്കാൻ പറ്റും? സ്വർഗസ്ഥനായ ഞങ്ങളുടെ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ. വിശ്വാസി, നീ എൽഷദായി അറിഞ്ഞില്ലെങ്കിലും, എനിക്കൊരു 3 വയസ്സുള്ള മോളുണ്ട്. പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ പലരും പറയും, ലോകപ്രശസ്തൻ, ഉണർവ് പ്രാസംഗികൻ, അത്ഭുത രോഗശാന്തി വരക്കാരൻ. എൻ്റെ മോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ യോഗം കഴിഞ്ഞിരിക്കുമ്പോൾ അവൾ ചാടി എൻ്റെ മടിയിൽ കയറും. അമ്മേ, അവൾക്ക് രോഗപ്രശസ്തനെ അറിയത്തില്ല, പക്ഷെ അവൾക്ക് അവളുടെ ഡാഡായി അറിയാം. Come on, come on, take your own freedom. Amen. നീ വലിയ വലിയ എൽഷദായി അറിഞ്ഞില്ലെങ്കിലും
നീ വലിയ റാഫെ അറിഞ്ഞില്ലെങ്കിലും അച്ഛാ പപ്പയെ അറിയണം. എത്ര മക്കൾ ഇവിടെ ഉണ്ട്? എനിക്ക് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദാസത്വത്തിന്റെ ആത്മാവിനൊന്ന് പൊളിക്കണം. അമ്മേ, ഇനി നീ ദാസനല്ലടാ, ഇനി നീ പുഴുവല്ല, ഇനി കൃമിയുമല്ല, എനിക്ക് അതിനെ ഒന്ന് പൊളിക്കണം. ആമേൻ. എന്നിട്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന എന്റെ പുത്രത്വത്തിന്റെ ആത്മാവനെ ഈ രാത്രി നിന്റെ മേൽ എനിക്ക് നിട്ടു തരണം. ആമേ, നീ അടിമയല്ലെന്ന്, നീ ദാസനല്ലെന്ന് എനിക്ക് ഈ പട്ടണത്തിൽ എല്ലാവരെയും കാണെ ഒന്ന് വിളിച്ചു പറയണം. ആമേ. പാസ്റ്റർ ജയലാൽ, അമ്മേ, നിങ്ങളുടെ മോളെ തോളിലിട്ടുണ്ട് നടക്കത്തില്ലേ? യേശു പറയുന്നു അതുപോലെ എനിക്ക് നിന്നെ ഒന്ന് തോളിലിടണം. ഓ, എത്ര പേർക്ക് പിടികിട്ടി? ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. അമ്മേ, ഒത്തിരി ദൂരം സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എത്ര മക്കൾ ഇവിടെ വന്നിട്ടുണ്ട് പ്രിയ? ഞാനത് കാണട്ടെ. മക്കൾ, ആ മക്കളൊന്ന് എഴുന്നേറ്റ്, ആ മക്കളൊന്ന് എഴുന്നേറ്റ്. ഓ, മക്കളൊന്ന് എഴുന്നേറ്റ്. എല്ലാം കണ്ണടച്ച് അല്പ സമയം. ഓ, എല്ലാം കണ്ണടച്ച്, എല്ലാം കണ്ണടച്ച്. എത്ര മക്കൾ ഇവിടെ ഉണ്ട്? എത്ര മക്കൾ ഇവിടെ ഉണ്ട്? ആ മലയാളിക്ക് വിളിക്കാൻ അറിയത്തില്ല, മലയാളിക്ക് വിളിക്കാൻ അറിയത്തില്ല. മലയാളി കട്ടിക്ക വിളിക്കുന്നത് തത്വത്തിൻ്റെ മുദ്ര, തേജസ്സിൻ്റെ പ്രഭ, ആൽഫ ഒമേഗ. പക്ഷേ തിരുവനന്തപുരം കഴിഞ്ഞ് മാർത്താണ്ഡത്തോട്ടൊക്കെ ചെന്നാൽ തമിഴ്നാട്ടിലെ ഞങ്ങളുടെ സഹോദരന്മാർ വിളിക്കാൻ പഠിപ്പിച്ചു തരും. തകപ്പനെ, ഡാഡാ, പപ്പ, കമാ. എല്ലാം കണ്ണടച്ച്, മക്കൾ മാത്രം, മക്കൾ മാത്രം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ പപ്പായെ ഏറ്റവും അധികം സ്നേഹിക്കുമ്പോൾ വിളിക്കുന്ന പേരില്ലേ അമ്മേ? ഏറ്റവും അധികം നിങ്ങൾ സ്നേഹിക്കുമ്പോൾ വിളിക്കുന്നൊരു പേരില്ലേ? ആ പേരൊന്ന് വിളിച്ച യേശുവിനെ. ഒഫീഷ്യൽ വിളി വിളിക്കരുത്, അൺഒഫീഷ്യൽ വിളി ഒന്ന് വിളിച്ചേ. കേക്കട്ടെ, ഒന്ന് കേക്കട്ടെ, മക്കളുടെ വിളി ഒന്ന് കേക്കട്ടെ. ആ, ഒന്ന് കേക്കട്ടെ, കേക്കട്ടെ. ആ, മക്കളെ കാണാൻ അവരിവിടെ ഇറങ്ങാൻ പോവാ. വിളിച്ചേ, ഒന്ന് വിളിച്ചേ, ഒന്ന് വിളിച്ചേ, ഒന്ന് കേക്കട്ടെ, കേക്കട്ടെ. ഒന്ന് ഉറക്കെ വിളിച്ചേ, ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ഓ, ആരൊക്കെയോ വിളിച്ചു തുടങ്ങുന്നു, ആരൊക്കെയോ വിളിച്ചു തുടങ്ങുന്നു. വിളിച്ചോ, വിളിച്ചോ, വിളിച്ചോ. ആരൊക്കെയോ വിളിക്കുന്നു, ആരൊക്കെയോ വിളിക്കുന്നു. ആരുടെയൊക്കെ അടുക്കൽ അപ്പൻ ഇറങ്ങി വരിക. ഹല്ലേലൂയ. ഒന്ന് വിളിച്ചേ, ഒന്ന് വിളിച്ചേ. അപ്പച്ചാ, ഒന്ന് വിളിച്ചേ. അപ്പച്ചാ, ഒന്ന് വിളിച്ചേ. ഉള്ളം പൊട്ടി ഒന്ന് വിളിച്ചേ. അപ്പച്ചാ. ഓ, നിങ്ങൾക്കറിയാവോ, ഈ വിളി നിങ്ങൾ വിളിക്കാൻ വേണ്ടിയാ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിൽ അവന്റെ മകൻ അപ്പച്ചാന്ന് വിളിച്ചപ്പോൾ അവൻ മുഖം തിരിഞ്ഞു നിന്നത്. ഓ, ഇന്ന് രാത്രി ഈ വിളി നീ വിളിക്കാൻ വേണ്ടിയാ. അമ്മേ, ഒന്ന് വിളിച്ചതാണ്ട് തൊടുന്നു. ഒത്തിരി പേരെ ദൈവം തൊടുന്നു, ഒത്തിരി പേരെ ദൈവം തൊടുന്നു. ഒന്ന് വിളിച്ചേ. മക്കൾ മാത്രം ശബ്ദമുയർത്തി, മക്കൾ മാത്രം ശബ്ദമുയർത്തി, മക്കൾ മാത്രം ശബ്ദമുയർത്തി. രാത്രി ഞാൻ ദൂത് പറയാം. എത്ര മക്കൾ ഇവിടെ ഉണ്ട്? ആ കരങ്ങൾ ഞാനത് കാണട്ടെ. ഓ, നീ മകനെങ്കിൽ നീ അവകാശിയും കൂടെ. ആമേൻ, ആമേൻ. നീ മകനെങ്കിൽ അവകാശിയ. ആമേൻ. രോഗശാന്തി നിന്റെ ഔദാര്യമല്ല, രോഗശാന്തി അവകാശമാണ്. ആമേൻ. ജോലി നിനക്ക് ഔദാര്യമല്ല, ജോലി നിന്റെ അവകാശമാണ്. ആമേൻ. ഉയർച്ച നിന്റെ ഔദാര്യമല്ല, ഉയർച്ച നിന്റെ ആമേൻ അവകാശമാണ്. ആമേൻ. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, ചില ആമേൻ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോയിട്ട് നിനക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സകല നന്മകളും ആമേൻ ഈ രാത്രി അപ്പൻ എന്ന പദവിക്കകത്ത് നിന്ന് ദൈവം തുറന്നു തരാൻ ആഗ്രഹിക്കുന്നു. ഈ രാത്രി വിശ്വസിക്ക്. തൊടുന്നു ചിലതിനെ യേശുവിൻ നാമത്തിൽ പ്രാപിക്കുക. ഓ, ജീസസ്. ചില മക്കൾക്ക് വേണ്ടി ഈ രാത്രി പ്രാർത്ഥിക്കാൻ ഒരു പ്രത്യേക നിയോഗം ഈ രാത്രി എൻ്റെ മേലുണ്ട് പ്രിയപ്പെട്ടവരെ.
ആമേൻ. ഒരുപക്ഷെ നാളെ രാത്രി ഈ അവസരം കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി എത്ര പേർ പറയും ഞാൻ മകനാണ്? പിശാച് ഇത് കാണട്ടെ, ഞാൻ മകനാണ്, ഞാൻ മകളാണെന്ന് പറയുന്ന കരങ്ങൾ മാത്രം ഒന്ന് കാണട്ടെ. ആമേൻ. മക്കൾക്ക് വേണ്ടി ഈ രാത്രി സ്വർഗ്ഗം എന്തോ ചെയ്യാൻ പോകുന്നു. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആത്മാവിനോട് പറയുന്നു. ആ കരമുയർത്തിയ ചില പ്രിയപ്പെട്ടവർ ദയവായി മുമ്പോട്ട് വന്നാട്ടെ. കരമുയർത്തിയ എല്ലാവരും ഒരുമിച്ച്, എല്ലാവരും വേഗത്തിൽ മുമ്പോട്ട് വന്നാട്ടെ. ആമേൻ. ദാസന്മാർ വരണ്ട, ആമേൻ. പുഴുവും കൃമിയും വരണ്ട. മക്കൾ ഉണ്ടെങ്കിൽ വാ, മക്കൾ മാത്രം ഓടി വന്നേ, മക്കൾ മാത്രം വന്നേ. മക്കൾ മാത്രം. Come on. സഹോദരന്മാർ അല്പം ഈ ഭാഗത്തോട്ട്, സഹോദരിമാർ കൂടെ അല്പം സൈഡ് കൊടുത്തു ഈ ഭാഗത്തോട്ട് പ്ലീസ്. സഹോദരിമാർ ദയവായി ഈ ഭാഗത്ത്. മക്കൾ മാത്രം. പിശാചേ, നീ വേണമെങ്കിൽ കണ്ടോ, ഈ വരുന്ന ആരെന്നറിയാമോ? ദാസന്മാരല്ല ഈ വരുന്നത്, ആമേൻ, അടിമകളല്ല ഈ വരുന്നത്, ഉടമകളാ. ആമേൻ. എത്ര പേർക്ക് രാത്രി ദൂത് പിടികിട്ടി? അസാധാരണമായത്. ആമേൻ. ഇത്രയും ഒരു ക്രൗഡിനെ ഞാൻ പ്രതീക്ഷിച്ചില്ല മുമ്പോട്ട് വരുമെന്ന്. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി പിശാച് വിറയ്ക്കുകയാണ്. ആമേൻ. പറഞ്ഞേ, ആമേൻ, ആമേൻ, ഞാൻ മകനെങ്കിൽ അവകാശിയാണെന്ന് പറ. ആമേൻ. അടുത്തിരുന്നാൾ തട്ടിട്ട് പറഞ്ഞ ഞാൻ അവകാശിയാണെന്ന് പറ. പറഞ്ഞ അവകാശിയ. രോഗശാന്തി നിന്റെ അവകാശം. ആമേൻ. സൗഖ്യം നിന്റെ അവകാശം. ആമേൻ. വീട് നിന്റെ അവകാശം. കാറ് നിന്റെ അവകാശം. ജോലി നിന്റെ അവകാശം. നിന്റെ അവകാശം. പിശാച് നിന്റെ ഔദാര്യം ഇനി വേണ്ട. നിന്റെ ഔദാര്യം ഇനി വേണ്ട. അവൻ ഞങ്ങൾ അവന്റെ മക്കൾ. മക്കൾക്ക് വേണ്ടി ഈ രാത്രി ഒരു അനോയിന്റിംഗ് ദൈവം ഇടാൻ പോകുക. എനിക്ക് ഭയങ്കര ഇഷ്ട പാസ്റ്റർ നിങ്ങളെ പാടിയ പാട്ട്, തമിഴിലെ പാട്ട്. ആമേൻ. എന്നെ തോളിൽ ചുമന്നത് ഓർത്താൽ നിന്നെ അപ്പാന്ന് വിളിച്ചോട്ടെ എന്ന്. എന്നെ ഉദരത്തിൽ കർവിൽ എന്നെ ചുമന്നത് പാർത്താൽ നിന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന്. ആമേൻ. ഈ രാത്രി നീ വിളി. കർവിൽ എന്നെ ചുമന്നത് പാർത്താൽ അമ്മാന്ന് சொல்லணும். Come on. തോളിൽ എന്നെ ചുമന്നത് അപ്പാന്ന് சொல்லணும். അരുവിൽ എന്നെ ചുമന്നത് അമ്മാന്ന് തോളിൽ എന്നെ ചുമന്നത് അപ്പാന്ന് சொல்லணும். പ്രിയരെ, നിനക്ക് ഓർമ്മയില്ലേ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് നീ നശിച്ചു പോകുമെന്ന് പിശാച് വെല്ലുവിളിച്ചപ്പോ ആ ഗർഭത്തിൽ നിന്നെ വഹിച്ചത് ഈ അമ്മയായിരുന്നു. അമ്മേ, നിനക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ വിളി. ദുബൈയുടെ തെരുവിൽ നീ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നീ കറങ്ങിയ ദിനരാത്രങ്ങളിൽ ഒരപ്പൻ തോളിലെടുത്തിട്ടിരിക്കുന്ന പോലെ എത്രയോ ദിനരാത്രങ്ങൾ നിന്നവൻ തോളിലിട്ട് നടന്നു. ഈ രാത്രി പരിശുദ്ധ നിങ്ങളെ തൊടുന്നു. அப்பா கூப்பிடவா, அம்மா கூப்பிடவா, விளி அம்மா கூப்பிடவா, அப்பா கூப்பிடுவே, விളിக்க പറ്റുമോ? அம்மா கூப்பிடுவே, விளி அப்பா கூப்பிடுவே, உம்மை அம்மா கூப்பிடுவே, அப்பா உம்மை அப்பா கூப்பிடவா, அம்மா கூப்பிடத்தனா, உம்மை அம்மா ഈ രാത്രി ഞാൻ കാണുന്നു ഒരപ്പൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന പോലെ. രാത്രി ചിലരെ അവൻ ചേർത്ത് പിടിച്ചിരിക്കുന്നു. സാധാരണമായ നിലയിൽ ദൈവത്തിന്റെ ഗ്ലോറിയസ് ആയ പകർച്ച രാത്രി നിന്റെ മേൽ അവനിടുക. നീ ആരാണ്? നീ രാത്രി നീ മനസ്സിലാക്കുക. നീ പരദേശിയല്ല, നീ അടിമയല്ല, നീ ഉടമയാ. മക്കളുടെ പദവിയും മക്കളുടെ ശക്തിയും നിന്റെ പുത്രത്വത്തിന്റെ ശക്തിയുടെ തീവ്രത എന്തെന്ന്
ഈ അപ്പന്റെ മുമ്പിൽ കരഞ്ഞ നീ മറ്റെങ്ങും കരയാൻ അവൻ സമ്മതിക്കത്തില്ല. സ്വന്തം അപ്പന്റെ മുമ്പിൽ കരഞ്ഞ നീ മറ്റെങ്ങും കരയുന്നത് എന്റെ അപ്പന് ഇഷ്ടമല്ല. എന്നെ എന്തുവതും താങ്ങുവതും ആർത്താൻ ഉമ്മയപ്പാന്ന് സ്വല്ലണം. എന്നെ കെഞ്ചുവതും കൊഞ്ചുവതും പാർത്താൻ ഉമ്മയപ്പാന്ന് സ്വല്ലണം. ഞങ്ങളുടെ കുടുംബയോഗമായത്, ഞങ്ങളുടെ അപ്പനും മക്കളും തമ്മിലുള്ള കുടുംബയോഗമായത്. ഇത് ഞങ്ങൾക്ക് കൺവെൻഷൻ അല്ല, ഇത് ഞങ്ങൾക്ക് ക്രൂസൈഡ് അല്ല, ഞങ്ങളുടെ കുടുംബയോഗ. ഞങ്ങളുടെ കുടുംബയോഗം, ഞങ്ങളുടെ അപ്പൻ, ഞങ്ങളുടെ അപ്പൻ, അപ്പൻ. വലിയ ദൈവത്തിന്റെ മഹത്വം തീവ്രതയോടെ ഈ രാത്രി ഇവിടെ ഇറങ്ങുന്നു. മുഴുവൻ മക്കളുടെ മേൽ കാൽവറിയുടെ രക്തത്തിന്റെ ശക്തി, ക്രൂശിന്റെ മുഴുവൻ ഭാഗ്യങ്ങൾ, ക്രൂശിന്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ, ക്രൂശിന്റെ മുഴുവൻ ഉയർച്ചകൾ, ക്രൂശിന്റെ മുഴുവൻ വിടുതലുകൾ ഇന്ന് രാത്രി യേശുവിൻ നാമം ചൊല്ലി ഞാൻ ഈ ജനക്കൂട്ടത്തിന് പിന്നെ തുറന്നു വിടുന്നു. ആമേൻ. ക്രൂശിന്റെ ഉയർച്ചകൾ, ക്രൂശിന്റെ ഉയർച്ചകൾ, ക്രൂശിന്റെ സൗഖ്യങ്ങൾ, ക്രൂശ് ഈ അപ്പന്റെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ രാത്രി കയറിയടിക്കുക, ഈ രാത്രി സ്വീകരിക്കുക.
എല്ലാ രോഗികൾ സൗഖ്യമാകട്ടെ, എല്ലാ ശാപങ്ങൾ തകരട്ടെ. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ജനക്കൂട്ടത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ രാത്രി. ഹല്ലേലൂയ. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ കുടുംബത്തിൽ ഞങ്ങളെ നിർത്തിയതിന് സ്തോത്രം. ഓ, ഈ രാത്രി എല്ലാ രോഗികൾ സൗഖ്യമാകട്ടെ, എല്ലാ ശാപങ്ങൾ തകരട്ടെ. ഈ രാത്രി ജനം വീട്ടിലേക്ക് മടങ്ങിപ്പോയി അവരുടെ ഉള്ളങ്കാൽ അവരുടെ വീട്ടിൽ ചവിട്ടുമ്പോൾ ദൈവശക്തി വീട്ടിൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. തകർന്ന ബിസിനസ്സുകൾ യേശുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ഉദ്ധരിക്കപ്പെടട്ടെ. തകർന്ന കുടുംബ ജീവിതങ്ങൾ ഉദ്ധരിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ. കേസുകൾക്കകത്ത് കുരുങ്ങി കിടക്കുന്നവർ യേശുവിൻ നാമത്തിൽ റിലീസ് ആകട്ടെ. ഈ രാത്രി സ്വീകരിക്കുക, കരങ്ങളെ തട്ടി. ഓ ജീസസ്. அப்பா நான் என்ன செய்ய வேண்டும், அப்பா நான் என்ன சொல்ல வேண்டும், அருளும் 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 கரத்தா, அருளும் 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 கரத்தா. உன் வேலை செய்வது ஆசை, உமக்காக நிற்பது வாஞ்சை.